بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن محمدا عبده ورسوله إمام المرسلين صلى الله عليه وعلى آله وأصحابه أجمعين. أما بعد، قال الحافظ النووي رحمه الله: الحديث الثاني والثلاثون عن أبي سعيد الخدري رضي الله عنه أن رسول الله صلى الله عليه وسلم قال: لا ضرر ولا ضرار، أخرجه الدارقطني وابن ماجه رحمهم الله. അർബഈൻ നബവിയിലെ 32-ാമത്തെ ഹദീസ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി: ലാ ദററ വലാ ദിറാർ. ദറർ എന്ന് പറഞ്ഞാൽ ഉപദ്രവം, ദിറാർ എന്ന് പറഞ്ഞാലും ഏകദേശം അതേ അർത്ഥം തന്നെയാണ്. ഒരു ഉപദ്രവവും ഞെരുക്കവും ഉണ്ടാക്കരുത്. ഇതാണ് ഈ ഹദീസിൻ്റെ ആശയം. ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത് ഇമാം ദാറഖുത്നിയും ഇബ്നു മാജയും അതുപോലെ മറ്റു പല മുഹദ്ദിസീങ്ങളും അവരുടെ കിതാബുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല സ്വഹാബത്തിൽ നിന്നും ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അതിലൊരാളാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്രം ഉലമാക്കൾ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അദ്ദേഹം സഹാബിയാണ്, അദ്ദേഹത്തിൻ്റെ ഉപ്പയും സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ ഉപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു സംഭവത്തിന് സാക്ഷിയും അതിൽ പങ്കെടുത്തയാളുമാണ്. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിക്കേറ്റപ്പോൾ അവിടുത്തെ മുഖം മുറിവേറ്റ് രക്തം ഒഴുകിയപ്പോൾ ആ രക്തം തൻ്റെ വായ കൊണ്ട്, തൻ്റെ നാവ് കൊണ്ട് അത് തുടച്ച് വൃത്തിയാക്കി ഇദ്ദേഹം. അങ്ങനെയുള്ള സഹാബിയാണ്. അദ്ദേഹം ഉഹദിൽ ഷഹീദായി. അദ്ദേഹത്തിൻ്റെ പേര് മാലിക് ഇബ്നു സിനാൻ. സഹാബിയുടെ ഈ ഹദീസ് ഉദ്ധരിച്ച അബൂ സഈദ് റളിയല്ലാഹുവിൻ്റെ പേര് സഅദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ എന്നാണ്. അപ്പോൾ മാലിക് ഇബ്നു സിനാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേര്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം അന്ന് ചെറിയ കുട്ടിയാണ്. അപ്പോൾ പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് പേരെ മടക്കിയിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. ആലോചിച്ച് നോക്ക്, ചെറിയ പ്രായത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടതാണ്. അപ്പോൾ ചെറിയ കുട്ടികളെ ദീനിയായ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയല്ല, പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ചെറിയ പ്രായത്തിലുള്ള ആളുകൾ തന്നെ സഹാബത്തിന് തൻ്റെ കൂടെ തൻ്റെ ദഅവത്തിനും ജിഹാദിനും കൂടെ കൂട്ടുമായിരുന്നു. പക്ഷേ ജിഹാദിന് പങ്കെടുക്കാൻ മിനിമം 15 വയസ്സ് പ്രായമായവരെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുപ്പിച്ചിരുന്നത്. അങ്ങനെ അതിനു മുമ്പ് ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉഹദ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട ആളാണ്. അപ്പോൾ അദ്ദേഹം അഹ്ലു സുഫയിൽപ്പെട്ട ആളാണ്. അഹ്ലു സുഫ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മദീനയിൽ മുഹാജിറുകളായ ചില സഹാബത്ത്, കുടുംബമില്ലാത്ത, സമ്പത്തില്ലാത്ത, വീടൊന്നുമില്ലാത്ത ആളുകൾ പള്ളിയിൽ താമസിച്ചിരുന്നു. അവർ പള്ളിയിൽ താമസിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്ന് ദീൻ പഠിക്കുകയും അതുപോലെ തന്നെ അവരുടെ അന്നന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ഒരു അല്പം ആളുകളുണ്ടായിരുന്നു. പിന്നീട് അവർ സ്വന്തം നിലക്ക് ജീവിതമാർഗം കണ്ടെത്തിയാൽ പള്ളിയിൽ നിന്ന് മാറി താമസിക്കുകയും ചെയ്തിരുന്നു. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. ഉഹദ് യുദ്ധത്തിൽ നിന്ന് അദ്ദേഹം മടങ്ങിപ്പോയ കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷെ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 12 യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഇനി ഈ ഹദീസിലെ വാക്കുകൾ നോക്കാം. ലാ ദററ വലാ ദിറാർ. നമ്മൾ പറഞ്ഞു, ദറർ എന്ന് പറഞ്ഞാൽ ഉപദ്രവം, ബുദ്ധിമുട്ട്. ദിറാർ എന്ന് പറഞ്ഞാലോ ഏകദേശം അതേ അർത്ഥം തന്നെയാണ്. പക്ഷേ ഈ ഹദീസിൽ എന്തുകൊണ്ടാണ് ആവർത്തിച്ച് പറഞ്ഞത് ലാ ദററ വലാ ദിറാർ എന്ന് പറഞ്ഞത്? ഇത് രണ്ടും ഒരേ അർത്ഥം തന്നെയാണോ? ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ആവർത്തിച്ച് പറഞ്ഞതാണോ? അതല്ല പുതിയൊരു അർത്ഥത്തിലാണോ ലാ ദിറാർ എന്ന് പറഞ്ഞത്? പണ്ഡിതന്മാർക്ക് പല അഭിപ്രായങ്ങളുണ്ട്. ഒരു ഖൗല്, ഈ രണ്ട് വാചകങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായം, ലാ ദറർ എന്ന് പറഞ്ഞാൽ ഒരാളെ അങ്ങോട്ട് പോയി ഉപദ്രവിക്കുക, അയാൾ ഇങ്ങോട്ടൊന്നും ചെയ്തിട്ടില്ല, വെറുതെ ഒരു ഉപദ്രവം ഒരാൾ തുടങ്ങി വെക്കുക, അതിനാണ് ലാ ദറർ എന്ന് പറയുന്നത്.
അത് ചെയ്യരുത് എന്നാണ് ലാ ദറർ എന്ന് പറഞ്ഞാൽ അർത്ഥം. വലാ ദിറാർ എന്ന് പറഞ്ഞാലോ, ഇങ്ങോട്ടൊരാൾ ഉപദ്രവിച്ചു, അയാളോട് പ്രതികാരം ചെയ്യുക. അപ്പോൾ ഒരു പ്രതികാരം എന്നുള്ള നിലക്ക് പോലും ഒരു ഉപദ്രവം ചെയ്യരുത്. ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ പോലും തിരിച്ചു ഉപദ്രവിക്കരുത്. ഇതിൻ്റെ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് തുടർന്ന് പറയാം. അപ്പോൾ ഇതാണ് ഈ രണ്ട് വാചകങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്നൊരു അഭിപ്രായമുണ്ട്. രണ്ടാമത്തെ ഒരു അഭിപ്രായം, ലാ ദറർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കാതെ, നമ്മൾ കരുതാതെ അബദ്ധത്തിൽ ഒരാളെ ഉപദ്രവിക്കുക. വലാ ദിറാർ എന്ന് പറഞ്ഞാൽ കരുതി കൂട്ടി ഉപദ്രവിക്കുക. അപ്പോൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒരാളെ ഉപദ്രവിക്കുക. അറിയാതെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അറിയാതെ ചെയ്യുന്ന കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു നിലക്കും നമ്മൾ അറിയാതെ എന്നല്ല, നമ്മൾ ഉപദ്രവിക്കണം എന്ന് കരുതിയിട്ടല്ല, പക്ഷെ ആ പ്രവൃത്തി നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും അത് ഉപദ്രവമാകുന്ന പ്രവൃത്തികൾ ചെയ്യരുത്. ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങളുണ്ട്, വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഇതിൽ ആദ്യം പറഞ്ഞത് കുറെ കൂടി ശരിയാണ്. അഥവാ ഒരാളെ അങ്ങോട്ട് പോയി ഉപദ്രവിക്കുകയും ചെയ്യരുത്, ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ പോലും തിരിച്ചു ഉപദ്രവിക്കരുത്. പക്ഷെ ഇങ്ങോട്ട് ഉപദ്രവിച്ച ആൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അർബഈൻ നബവിയിലെ ഹദീസുകളെല്ലാം ഖവാഇദുകളാണ്, ദീനിൻ്റെ അടിത്തറകളായിട്ടുള്ള ഹദീസുകളാണ്. ധാരാളം വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളാണ്, വിശാലമായ ആശയങ്ങളുള്ള ഹദീസുകളാണ്, ജവാമിഉൽ കലിമ. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞു, മിനൽ അഹാദീസ് അല്ലത്തി യദൂറു അലൈഹ അൽ ഫിഖ്. ഇസ്ലാമിലെ ഫിഖ്, കർമ്മശാസ്ത്രം, അത് അവലംബിച്ചിട്ടുള്ള അടിസ്ഥാനപരമായ ഹദീസുകൾപ്പെട്ട ഒരു ഹദീസാണ്. ഈ ഹദീസുകളുടെ ചുറ്റുമാണ് ഫിഖ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാവുന്ന ഹദീസുകൾപ്പെട്ട ഒരു ഹദീസാണ് ഈ ഹദീസ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് ഇതിൻ്റെ ആശയം വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ വ്യക്തമാകും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുന്നത് എന്താണ്? ഒരാൾ ഉപദ്രവിക്കരുത്. അപ്പോൾ ഒരു നിലക്കും ഉപദ്രവിക്കാൻ പാടില്ല എന്നാണോ? ഒരു മനുഷ്യനുണ്ടാകുന്ന ഉപദ്രവങ്ങൾ പലതരത്തിലുണ്ടാവും, രണ്ട് തരത്തിലുണ്ടാവും. ഒന്ന് അൽ ഇദ്റാറു ബിഹഖ്, നമുക്കൊരു ഉപദ്രവമേറ്റു, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്, ഒരു മുസ്ലിമായ ഒരു വ്യക്തിക്ക് ഒരു ഉപദ്രവം സഹിക്കേണ്ടി വന്നു. അത് അയാൾ അർഹിക്കുന്നതായിരിക്കും ചിലപ്പോൾ, ചില സമയത്ത് അത് അർഹിക്കാത്തതായിരിക്കും. അർഹിക്കുന്ന ഉപദ്രവം ഏതാണ്? അൽ ഹുദൂദ് ശർഇയ്യ, ദീനിൽ അല്ലാഹു തആല നിയമമാക്കിയിട്ടുള്ള ശിക്ഷകൾ. ഒരാൾ മോഷ്ടിച്ചു, കൈവെട്ടുന്നത് ഉപദ്രവമാണ്, പക്ഷെ അയാൾ അർഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാൾ കടം വാങ്ങി, കടം വീട്ടുന്നില്ല, അങ്ങനെ സംഭവിച്ചാൽ അറിയപ്പെട്ട മസലയാണ്. ഇസ്ലാമിക ഭരണകൂടം എന്ത് ചെയ്യും? ഹജ്ർ ചെയ്യും. ഹജ്റല്ല, ഹജ്ർ. എന്താണ് ഹജ്ർ എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വത്ത് മരവിപ്പിക്കും, ഫ്രീസ് ചെയ്യും. എന്നിട്ട് ആ സ്വത്തെടുത്ത് കടക്കാർക്ക് വിധിച്ചു കൊടുക്കും. അത് വിറ്റിട്ട് കിട്ടുന്ന തുക അയാളുടെ ഇടപാടുകാർക്ക് വിധിച്ചു കൊടുക്കും ഭരണാധികാരി. അപ്പം ഇതിൽ ഈ കടക്കാരന് ബുദ്ധിമുട്ടുണ്ട്, ഈ ഉടമക്ക്, കടം കൊടുക്കാനുള്ള വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ട്. അയാൾക്ക് താല്പര്യം ഉണ്ടാകണമെന്നില്ല, പക്ഷേ ആ സ്വത്ത് കണ്ടുകെട്ടുക എന്നുള്ളത്, അത് വിറ്റ് കടം വീട്ടുക എന്നുള്ളത്, അത് അയാൾ അർഹിക്കുന്ന കാര്യമാണ്, അയാൾ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ദററല്ല ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ഒരാൾ അർഹിക്കാത്ത തെറ്റ്, ഒരാളെ വെറുതെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് വിലക്കിയിട്ടുള്ളത്. അടുത്തൊരു മസല, ഒരാളെയും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. ഇത് നിരുപാധികം ഉപദ്രവിക്കരുത് എന്നാണോ, അത് ഉപദ്രവിക്കാവുന്ന സാഹചര്യങ്ങളുണ്ടോ, അതിനൊരു വിശദീകരണമുണ്ടോ? പണ്ഡിതന്മാർ ഈ ഒരു കാര്യത്തെ വിശദീകരിച്ചത് കാണാം. ആദ്യം തന്നെ ഉപദ്രവം എന്നുള്ളത് നമുക്ക് രണ്ടായി വേർതിരിക്കാൻ പറ്റും. ഒന്ന്, ഒരാളെ ഉപദ്രവിച്ചത് കൊണ്ട് നമുക്ക് യാതൊരു ഗുണവുമില്ല, ആർക്കും ഒരു ഉപകാരവുമില്ല, വെറുതെ ഒരാളെ ഉപദ്രവിക്കുക. ഒരാളെ വെറുതെ പോകുന്ന ഒരാളെ അടിക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ സ്വത്ത് മോഷ്ടിക്കുന്നത് കൊണ്ട് ഉപകാരമുണ്ട്, അത് ഇതിൽ പെടില്ല. ഇപ്പോൾ വേറെ എന്തെങ്കിലും നിലയ്ക്ക് നമുക്ക് ഉപകാരമില്ലാത്തൊരു ഉപദ്രവം നമ്മൾ ഒരാൾക്ക് ചെയ്യുന്നു, അങ്ങനെ ചെയ്താൽ അത് ഹറാമാണെന്നതിൽ തർക്കമില്ല. പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫാക്കുണ്ട്, അത് പാടില്ല. ഇപ്പോൾ ഒരാൾ പുക വലിക്കുന്നു, അപ്പോൾ അടുത്ത് വേറെ ആൾ ഇരിക്കുന്നുണ്ട്, അയാൾക്ക് ഉപദ്രവമുണ്ട്. വലിക്കുന്നതിന് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഉപകാരവുമില്ല, അവന് ഉപദ്രവം തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ഹറാമാണെന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ഉപദ്രവിക്കുന്നവന് ഉപകാരമുണ്ട്, ഉപദ്രവിക്കപ്പെടുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും ചെയ്യാൻ പാടില്ല എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. നമുക്ക് ഉപകാരമുണ്ട്, പക്ഷേ
മറ്റവന് ഉപദ്രവമുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉപകാരമുണ്ടെന്ന് വിചാരിച്ച് ആ കാര്യം ചെയ്യാൻ പാടില്ല. ഇതാണ് ഇമാം ഷാഫിഈ അതുപോലെ അബു ഹനീഫ റഹിമഹുല്ലാ ഈ രണ്ടുപേരുടെയും മദ്ഹബ് ഇതാണ്. എന്നാൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹം ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്, മറ്റൊരാൾക്ക് ഉപദ്രവമുണ്ട്, അതാണല്ലോ ഇപ്പോൾ നമ്മുടെ വിഷയം. അത്തരം പ്രവൃത്തികൾ ഇമാം അഹ്മദ് രണ്ടായി വേർതിരിച്ചു. ഒന്ന്, അത് സാധാരണഗതിയിൽ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, നമ്മുടെ വീടിൻ്റെ ഒരു ജനാല തുറന്നിട്ടാൽ അപ്പുറത്തെ വീട്ടിലെ ആളുകളെ കാണാൻ പറ്റും, നമുക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് കാണാൻ പറ്റും. അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കാൻ പാടില്ല കരുതിക്കൂട്ടി, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും നോക്കാൻ പാടില്ല. പക്ഷെ ജനാല തുറന്നിട്ടാൽ കാണാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ജനൽ തുറക്കുന്നതുകൊണ്ട് ആവശ്യവുമുണ്ട്, കാറ്റ് കടക്കാൻ, വെളിച്ചം കടക്കാൻ നമുക്ക് ജനൽ തുറക്കണം. അങ്ങനെയാണെങ്കിലോ അത് സാധാരണ നടക്കുന്ന കാര്യമാണ്. സ്വന്തം വീട്ടിലെ ജനാല തുറന്നിടുക എന്നുള്ളത് സാധാരണഗതിയിൽ നടക്കുന്നൊരു കാര്യമാണ്. അതാണെങ്കിൽ തരക്കേടില്ല എന്നാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറയുന്നത്. നോക്കാൻ പാടുണ്ട് എന്നല്ല, പക്ഷേ ഈ വാതിൽ അല്ലെങ്കിൽ ജനൽ തുറന്നിടുക എന്നുള്ളത് അത് മുഅ്താദായിട്ടുള്ള സാധാരണ ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചെറിയ ഉപദ്രവങ്ങൾ സാധാരണ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ഒരു ജോലി നടക്കുകയാണ്, വീട് പണി നടക്കുകയാണ്, വീട്ടിലെന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ്. അപ്പോൾ കുറച്ച് ശബ്ദം ഉണ്ടാകും. ഈ ശബ്ദം കൊണ്ട് അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ട്. അയാൾക്ക് ചിലപ്പോൾ പകൽ ഉറങ്ങാൻ പറ്റിയില്ല എന്ന് വരാം. പക്ഷെ അത് സാധാരണ നടക്കുന്ന കാര്യമാണ്, നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. അത് ഇമാം അഹ്മദ് റഹിമഹുല്ലാ അനുവദിക്കുന്നു. നേരെ മറിച്ച് സാധാരണയായി നടക്കാത്തൊരു കാര്യം, അപ്പോൾ നമ്മുടെ പറമ്പിൽ നമ്മൾ കിണർ കുഴിക്കണം. അപ്പോൾ കിണർ കുഴിച്ചാൽ കിണറിൻ്റെ അടിയിൽ പാറക്കല്ലുണ്ട്, അത് പൊട്ടിക്കണമെങ്കിൽ അത് വെടിമരുന്ന് വെച്ച് പൊട്ടിക്കണം. അത് പൊട്ടിച്ചാൽ അയൽവാസിയുടെ എന്തെങ്കിലും ഒരു വീടിൻ്റെ ഒരു ഭാഗം തകർന്നു പോകും. അങ്ങനെയാണെങ്കിലോ അത് ചെയ്യാൻ പാടില്ല, അത് സാധാരണ നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ഒരു തഫ്സീൽ, ഒരു വിശദീകരണം ഇമാം അഹ്മദ് റഹിമഹുല്ലാ നൽകിയിട്ടുണ്ട്. അതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഉപദ്രവങ്ങൾ, ഇദ്റാർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരാളെ ശാരീരികമായി ഉപദ്രവിക്കുക, അയാളുടെ സ്വത്ത് മോഷ്ടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, ധാരാളം രൂപങ്ങളുണ്ട് ഇദ്റാർ എന്ന് പറയുന്നത്. ഒരു മുസ്ലിമായ വ്യക്തിക്ക് നമ്മെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. ഇതാണ് അതിൻ്റെ കായിക, ഇതാണ് നിയമം. അതുണ്ടാകുന്നത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലായിരിക്കും. അതിന് പല രൂപങ്ങളുണ്ട്, അതെല്ലാം ഹറാമാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഉദാഹരണങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഇങ്ങനെ പാടില്ലാത്ത ഉപദ്രവത്തിൽപ്പെട്ടതാണ് വസിയത്തിൽ ചെയ്യുന്ന ഉപദ്രവം. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ സ്വത്ത് എങ്ങനെ വീതിക്കണം, അനന്തരാവകാശികൾക്ക് കിട്ടുന്നതിന് പുറമെ ബാക്കിയുള്ള സ്വത്ത്, അല്ലെങ്കിൽ അതല്ലാത്ത ചില ആളുകൾക്ക് ഇയാളുടെ സ്വത്ത് എഴുതി വെക്കുന്നതാണ് വസിയത്ത് എന്ന് പറയുന്നത്. ബന്ധുക്കളായ മറ്റാർക്കെങ്കിലും തൻ്റെ സ്വത്തിൽ അവകാശമില്ലാത്ത ഒരാൾക്ക് സ്വത്ത് നൽകണമെന്ന് മരണാസന്നനായ ഒരാൾ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഒരാൾ എഴുതി വെക്കുന്നതാണ്. എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ സ്വത്തിൽ ഇത്ര ഓഹരി ഇന്നയാൾക്ക് കൊടുക്കണം, ആണ് വസിയത്ത്. ഇങ്ങനെ വസിയത്ത് ചെയ്യുന്നതിൽ ഉപദ്രവം ചെയ്യാൻ പറ്റും, ഉപദ്രവം ചെയ്യാൻ സാധ്യതയുണ്ട്. അത് അല്ലാഹു തആല വിലക്കിയിട്ടുണ്ട്, അങ്ങനെ ഉപദ്രവം ചെയ്യാന്നില്ല. എന്താണ് വസിയത്തിലുള്ള ഉപദ്രവം, ഇദ്റാർ എന്ന് പറയുന്നത്? സൂറത്തുൽ നിസായിൽ അല്ലാഹു തആല പറഞ്ഞു, മിൻ ബഅദി വസിയത്തിൻ യൂസാ ബിഹാ ഔ ദൈനിൻ ഗൈറ മുദാർ. അനന്തര സ്വത്ത് എങ്ങനെ വീതിക്കണമെന്ന് പറയുന്ന ആയത്താണ്. ഒരാൾ മരിച്ചാൽ സ്വത്ത് മക്കൾക്ക് ഇത്ര, ഭാര്യയ്ക്ക് ഇത്ര, മാതാപിതാക്കൾക്ക് ഇത്ര എന്ന് പറയുന്ന ആയത്താണ്. അതിൽ അല്ലാഹു തആല പറയാണ്, ഈ സ്വത്ത് വീതിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇയാളുടെ വസിയത്ത് നിറവേറ്റണം, അതുപോലെ ഇയാളുടെ കടങ്ങൾ വീട്ടണം, എന്നിട്ട് ബാക്കിയുള്ളതാണ് അനന്തരാവകാശികൾ വീതിച്ചെടുക്കേണ്ടത്. അത് പറഞ്ഞ സമയത്ത് ഈ വസിയത്തിനെ കുറിച്ചും കടത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞ എന്താ? മിൻ ബഅദി വസിയത്തിൻ ഔ ദൈനിൻ, മിൻ ബഅദി വസിയത്തിൻ യൂസാ ബിഹാ, അയാൾ വസിയത്ത് ചെയ്യുന്ന ആ വസിയത്തുകൾ, ഔ ദൈനിൻ അല്ലെങ്കിൽ അയാളുടെ പേരുള്ള കടങ്ങൾ, ഗൈറ മുദാർ, അത് ഉപദ്രവത്തിന് വേണ്ടി ചെയ്തു വെച്ച കടമാകരുത്, ഉപദ്രവത്തിന് വേണ്ടി ചെയ്തു വെച്ച വസിയത്താകരുത്. എന്താണ് അത് പറഞ്ഞാൽ? മക്കളോട് വെറുപ്പാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള അനന്തരാവകാശികളോട്, മക്കളില്ലാത്ത ഒരാളാണ്, സഹോദരങ്ങൾക്ക് തൻ്റെ സ്വത്ത് കിട്ടും മരണത്തിന് ശേഷം എന്ന സാഹചര്യമുള്ള ഒരാളാണ്. അപ്പോൾ അയാൾ സഹോദരങ്ങളോടുള്ള വെറുപ്പിൻ്റെ പേരിൽ സ്വത്ത് വസിയത്ത് ചെയ്യുന്നു. അല്ലെങ്കിൽ കടബാധ്യത ഉണ്ടാക്കി വെക്കുന്നു, മരിക്കുന്നതിന് തൊട്ടുമുമ്പ് വലിയൊരു തുക കടം വാങ്ങിയിട്ട് നശിപ്പിക്കുന്നു. അപ്പോൾ ഇയാൾ അനന്തര സ്വത്തിൽ നിന്ന് എടുത്ത് കടം വിട്ടും, അപ്പോൾ അവകാശികൾക്ക് കിട്ടൂലല്ലോ സ്വത്ത്. അങ്ങനെ അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കടം വാങ്ങി വെച്ച് മരിച്ചു പോകുന്നു. ഇങ്ങനെ ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നേർക്ക് നേരെ നോക്കിയാൽ ആരും ഇയാൾ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, എൻ്റെ സ്വത്താണ്, എനിക്കൊന്നും ചെയ്യാം എന്നായിരിക്കും അയാൾ വിചാരിക്കുന്നത്. പക്ഷെ അതും ഒരു ഇദ്റാറായി അല്ലാഹു തആല പരിഗണിക്കുകയും വിലക്കുകയും ചെയ്തിരിക്കുകയാണ്.
കാരണം എന്താണ്? മുസ്ലിമായ ഒരാൾക്ക് ഒരു ഉപദ്രവം വരുന്നുണ്ട്, അവർ സ്വത്ത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉപദ്രവം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഉപദ്രവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേർക്കുനേരെ ഒരാളെ ആക്രമിക്കുന്നത് മാത്രമല്ല എന്നർത്ഥം. അതുപോലെ തന്നെ ഈ വിഷയം വിലക്കിക്കൊണ്ട് ഹദീസിൽ വന്നിട്ടുണ്ട് നേർക്കുനേരെ. ഇങ്ങനെ സ്വത്തിൻ്റെ കാര്യത്തിൽ താൻ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്താണ്, പക്ഷേ അനന്തരാവകാശികൾക്ക് ഉപദ്രവമാകുന്ന രീതിയിൽ അതിൽ വസിയത്ത് ചെയ്താൽ അതിൻ്റെ ശിക്ഷയെക്കുറിച്ചൊരു ഹദീസ് വന്നിട്ടുണ്ട്. ഇമാം തിർമിദി ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം, ഇന്നൽ മർഅ ലയഅമലു വൽ മർഅത, ഒരു സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ സ്ത്രീയോ ഒരു പുരുഷനോ അമലുകൾ ചെയ്യും, ഇബാദത്തുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. ബിദ്അത്തില്ല, അള്ളാഹുവിനെ അനുസരിക്കുന്ന ഇബാദത്തുകൾ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കും. 60 സന, 60 വർഷം, 60 വയസ്സ് വരെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇബാദത്തൊക്കെ ചെയ്ത് സ്വാലിഹായി ജീവിക്കും. സുമ്മ യഹ്ദുറുഹുൽ മൗത്ത്, അങ്ങനെ മരണാസന്നനായി. ഫയുദാറു ഔ യുദാറാനി ഫിൽ വസിയ്യ, അങ്ങനെ മരണാസനായി കിടക്കുമ്പോൾ ഈ ആയത്തിൽ അള്ളാഹു വിലക്കിയ, സൂറത്ത് നിസായിൽ അള്ളാഹു വിലക്കിയ ഈ പണി ചെയ്യും. കടം അല്ലെങ്കിൽ വസിയത്ത് ഉപദ്രവകരമാവുന്ന രൂപത്തിൽ ചെയ്തു വെച്ചിട്ട് മരിച്ചു പോകും. ഫയദ്ഖുലുന്നാർ, എന്നിട്ട് നരകത്തിൽ പോകും. സുമ്മത്തല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി, വമൻ യഅസില്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹ വലഹു അദാബുൻ മുഹീൻ. ആരാണോ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്നത്, അള്ളാഹു നിശ്ചയിച്ച അതിരുകൾ ഹുദൂദുകൾ ലംഘിക്കുന്നത്, അവനെ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി എന്ന് ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അതുപോലെ തന്നെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. വേറൊരു ഉദാഹരണം ഖുർആനിൽ അള്ളാഹു തആല തന്നെ എടുത്തു പറഞ്ഞു വിലക്കിയിട്ടുള്ളൊരു ഉദാഹരണം, വഇദാ തല്ലഖ്തുമുൻ നിസാ, നിങ്ങൾ ത്വലാഖ് ചെയ്താൽ, ത്വലാഖുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന ഒരു ദററാണ്, ഒരു ഉപദ്രവം. ത്വലാഖ് ചെയ്താൽ ഫബലഗ്ന അജലഹുന്ന, എന്നിട്ട് ഇദ്ദ എത്തി, ഒന്നാമത്തെയും രണ്ടാമത്തെയും ത്വലാഖ് കഴിഞ്ഞാൽ ആ ഭാര്യ, മുത്തല്ലഖത്തായ ത്വലാഖ് ചെയ്യപ്പെട്ട സ്ത്രീ ഭർത്താവിൻ്റെ കൂടെയാണ് ജീവിക്കേണ്ടത്, ഭർത്താവിൻ്റെ കൂടെയാണ് കഴിയേണ്ടത്. അത് അള്ളാഹുവിൻ്റെ വലിയൊരു ഹിക്മത്താണ്. ത്വലാഖ് ചെയ്ത് നേരെ ഭാര്യയുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയാലോ എന്ത് സംഭവിക്കും? അവർ തമ്മിലുള്ള വെറുപ്പ് കൂടിക്കൊണ്ടിരിക്കും. രണ്ട് ഭാഗത്തും ഏഷണിക്കാർ വരും. ഏഷണിക്കാരൊന്നും ഇല്ലെങ്കിൽ തന്നെ പരസ്പരം അകന്നു നിൽക്കുമ്പോൾ കൂടുതൽ മാനസികമായി അകലും. അങ്ങനെ ആ ത്വലാഖിൽ അവർ രണ്ടുപേരും ഉറച്ചു നിൽക്കാനുള്ള സാഹചര്യം, സന്ദർഭവും ഉണ്ടാകും. ഇന്ന് ആളുകൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ത്വലാഖ് കഴിഞ്ഞ് നേരെ പിരിഞ്ഞു പോകും. എന്ന് മാത്രമല്ല, ചിലപ്പോൾ വർഷങ്ങളോളൊക്കെ പിരിഞ്ഞു നിന്നിട്ടായിരിക്കും ത്വലാഖ് ചെയ്യുന്നത്. അത് ഇസ്ലാമികമായി ശരിയല്ല. ത്വലാഖ് കഴിഞ്ഞാൽ ആദ്യത്തെ 2 ത്വലാഖുകൾ ചെയ്തു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കൂടെയാണ് ഭാര്യ നിൽക്കേണ്ടത്. അങ്ങനെ ത്വലാഖ് കഴിഞ്ഞ് ഇദ്ദ എത്തിക്കഴിഞ്ഞാൽ ഫഅംസികൂഹുന്ന ബിമഅറൂഫിൻ ഔ സർരിഹൂഹുന്ന ബിമഅറൂഫ്, ഇദ്ദ കഴിഞ്ഞു, ഒന്നുകിൽ തിരിച്ചെടുക്കുക, എന്നിട്ട് നല്ല രൂപത്തിൽ ജീവിക്കുക, മാന്യമായി പരസ്പരം ഒരുമിച്ച് ജീവിക്കുക, അതല്ലെങ്കിൽ മാന്യമായി പിരിഞ്ഞു പോവുക. വലാ തുംസികൂഹുന്ന ദിറാറൻ ലിതഅതദു, അവരെ ഉപദ്രവിക്കാൻ വേണ്ടി കൂടെ നിർത്തരുത്. ഇപ്പോൾ ത്വലാഖ് ചെയ്തു, ഭാര്യയോട് വെറുപ്പുണ്ടായത് കൊണ്ടാണ്, ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ത്വലാഖ് ചെയ്യുന്നത്. എന്നിട്ട് ഇദ്ദ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? തിരിച്ചെടുത്തത് എന്തിനു വേണ്ടിയാണ്? ഒന്നിച്ച് നന്നായി ജീവിക്കാൻ വേണ്ടിയല്ല, ദിറാറൻ, ഉപദ്രവത്തിന് വേണ്ടി. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവൾ പിരിഞ്ഞു പോയാൽ വേറെ കല്യാണം കഴിച്ച് സമാധാനമായിട്ട് ജീവിക്കും, അങ്ങനെ ജീവിക്കരുത്, ഉപദ്രവിക്കണം എന്നുള്ള നിയത്തിൽ തിരിച്ചെടുത്താലോ? അങ്ങനെ ചെയ്യരുത്. ലിതഅതദു, അത് അള്ളാഹുവിൻ്റെ അതിര് ലംഘിക്കുന്ന പ്രവൃത്തിയാണ്. വമൻ യഫ്അൽ ദാലിക, അതാരാണോ ചെയ്യുന്നത്, ഫഖദ് ളലമ നഫ്സ, അവൻ സ്വന്തം നഫ്സിനോട് ദുൽമ ചെയ്തിരിക്കുന്നു. അവന് ചിലപ്പോൾ തോന്നും, ഒരു പെണ്ണിനെയാണ് ഞാൻ ഉപദ്രവിച്ചിരിക്കുന്നത്, അവളൊന്ന് പാഠം പഠിക്കട്ടെ എന്ന് അവന് തോന്നുന്നുണ്ടാവും, ഞാൻ വിജയിച്ചു എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷേ ഫഖദ് ളലമ നഫ്സഹു, അവൻ സ്വന്തം നഫ്സിനോടാണ് ദുൽമ ചെയ്തിരിക്കുന്നത്. കാരണം ഇതൊക്കെ അള്ളാഹു തആല വിധി കൽപ്പിക്കുന്ന ദിവസം വരാനുണ്ട്. അന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്രമിക്കപ്പെട്ടവന് വേണ്ടി പ്രതികാരം ചെയ്യുന്നതാണ്. അപ്പോൾ ഇവൻ യഥാർത്ഥത്തിൽ ദുൽമ ചെയ്തിരിക്കുന്നത് സ്വന്തം നഫ്സിനോടാണ്. ഈ മദ്ലൂമത്തായിട്ടുള്ള സ്ത്രീ അവൾ ദുനിയാവിൽ കുറച്ചു കാലം കൂടി കഷ്ടപ്പെടും, പക്ഷേ അറ്റമില്ലാത്ത ആഖിറത്തിൽ, പരലോക ജീവിതത്തിൽ കഷ്ടപ്പെടുന്നത് ളാലിമായിരിക്കും. ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ ദററിന് നമുക്ക് കാണാൻ സാധിക്കും. ഉപദ്രവം എന്ന് പറയുന്നത് അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ വളരെ ചുരുങ്ങിയ അർത്ഥമല്ല ഉള്ളത്. ഏതൊരു രീതിയിലുമുള്ള ഉപദ്രവം, കച്ചവടത്തിലാണെങ്കിലും തൊഴിലാളികളോടാണെങ്കിലും തൊഴിലാളി മുതലാളിയോടാണെങ്കിലും, അല്ലെ, ഇപ്പോൾ പലതരത്തിലുള്ള ദററുകളുണ്ട്. ഇപ്പോൾ തലകുത്തനെയാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്ത്രീകളോടുള്ള ദുൽമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുണ്ട്. സൂറത്തു നിസാ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി ഒരു സൂറത്ത് തന്നെ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? പുരുഷന്മാരോട് ദുൽമ ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അതിന് ഇന്ന് ലോകം പരിപൂർണ്ണ പിന്തുണയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മുതലാളിമാരോട് ദുൽമ ചെയ്യുന്ന തൊഴിലാളികളുണ്ട്. ദുൽമ എന്ന് പറയുമ്പോൾ കേവലം ശാരീരികമായി ആക്രമിക്കുന്നതല്ല, ഏറ്റെടുത്ത ജോലി അതുപോലെ അമാനത്തോടുകൂടി നിർവഹിക്കാതിരിക്കുക. മുതലാളി കോടീശ്വരനായിരിക്കും, ഇവൻ ദരിദ്രവാസിയായിരിക്കും, പക്ഷേ ഈ ദരിദ്രൻ അവിടെ ദുൽമ ചെയ്തിരിക്കുകയാണ്. അവനെ ഏൽപ്പിച്ച പണി ചെയ്യാതെയാണ് അവൻ ശമ്പളം വാങ്ങുന്നതെങ്കിൽ ഇവിടെ ളാലിമ് ഈ ദരിദ്രനാണ്. അപ്പോൾ ഇസ്ലാമിൽ ളാലിമും മദ്ലൂം എന്ന് പറയുന്നത്
തൊഴിലാളി മുതലാളി എന്ന് നോക്കിയിട്ടല്ല, അത് കമ്മ്യൂണിസത്തിലാണ്. ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ അനുസരിച്ചാണ് ദററും അല്ലാത്ത കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പം പല രൂപത്തിലുള്ള ദറർ, ഉപദ്രവം നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം വിലക്കപ്പെട്ടതാണ്. ഇനി മറ്റൊരു ഫായിദ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ദീനിൽ അറിയപ്പെട്ടൊരു കാര്യമാണ്. ഈ ഹദീസിൽ പറഞ്ഞത് ലാ ദറർ, ഒരു ഉപദ്രവവും ചെയ്യരുത് എന്ന്. അപ്പോൾ രണ്ട് തരത്തിൽ ഈ ഹദീസ് വ്യാഖ്യാനിക്കാൻ സാധിക്കും. രണ്ട് ശരിയാണ്. ഒന്ന്, അള്ളാഹു മനുഷ്യനോട് പറയുന്നു നിങ്ങൾ മറ്റൊരാളെ ഉപദ്രവിക്കരുത്. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ ദീനിൽ മനുഷ്യന് ഉപദ്രവമാകുന്ന ഒരു കാര്യവും ഉണ്ടാവുകയില്ല. കാരണം അള്ളാഹു താല നമ്മോട് ഒരു മനുഷ്യനെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹ് നമ്മളെ ഉപദ്രവിക്കുമോ? ഒരിക്കലുമില്ല. അപ്പം അള്ളാഹുവിൻ്റെ ദീനിൽ ഇബാദത്തുകളിൽ നമുക്ക് ഉപദ്രവം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അവിടെ ഒരു തഖ്ഫീഫ് ഉണ്ടായിരിക്കും, ഒരു ഇളവുണ്ടായിരിക്കും. നമുക്കൊരു ഇബാദത്ത് പ്രയാസമായിട്ട് തോന്നിയാൽ, പ്രയാസം നമ്മുടെ മടി കൊണ്ടും അലസത കൊണ്ടും ആവരുത്. നമ്മളൊരു മടിയനായതുകൊണ്ട് ഇന്നലെ വരെ ഇബാദത്തൊന്നും ചെയ്യാതെ ആദ്യമായിട്ട് നോമ്പ് നിൽക്കുകയാണ് ജീവിതത്തിൽ, അവന് നോമ്പ് വളരെ പ്രയാസമായിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ, ബഹ്ർ വരെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നും. അതല്ല ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യന്, ഒരു അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് പ്രയാസകരമായ ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. അവിടെ ഇളവുണ്ടായിരിക്കും ശരീഅത്തിൽ, അന്വേഷിക്കണം. ഉദാഹരണത്തിന് തയമ്മുമിൻ്റെ കാര്യം നമുക്കറിയാം. രോഗമായി ഒതു കൊടുക്കാൻ പ്രയാസമുണ്ട്. ഒതു കൊടുക്കാനുള്ള പ്രയാസം എന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഈ രോഗം കാരണം ഒതു കൊടുത്താൽ വെള്ളം കൊണ്ട് ഒതു കൊടുക്കാൻ സാധിക്കും, പക്ഷെ ഒതു കൊടുത്താൽ രോഗം വർദ്ധിക്കും. അതല്ലെങ്കിൽ രോഗം വർദ്ധിക്കുകയില്ല, പക്ഷെ രോഗം മാറുന്നത് കുറച്ച് വൈകും. അങ്ങനെയാണെങ്കിൽ പോലും ആ പ്രയാസം പോലും ശരീരത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. രോഗം മാറാൻ അത് തടസ്സമല്ല, പക്ഷെ കുറച്ച് വൈകും. അങ്ങനെ സംഭവിച്ചാൽ അവന് തയമ്മം ചെയ്യാം. അപ്പോൾ അവിടെ പ്രയാസം വന്നു, അപ്പോൾ ആ പ്രയാസത്തിന് എന്താണ് പരിഹാരം എന്ന് അന്വേഷിച്ചാൽ അവന് തയമ്മമിൻ്റെ ആയത്ത് കാണാൻ സാധിക്കും. അതുപോലെ ഒരാൾക്ക് നിന്ന് നമസ്കരിക്കാൻ സാധിക്കുന്നില്ല രോഗം കാരണം, അവന് ഇരുന്ന് നമസ്കരിക്കാൻ അനുവാദമുണ്ട്. അതുപോലെ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടായി, പരിഗണിക്കപ്പെടുന്ന തടസ്സങ്ങൾ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയാൽ ഫജ്റിനാണ് അല്ലെങ്കിൽ ഇശാഇനാണ്, വഴിയിലൊരു നായ നിൽക്കുന്നുണ്ട്, നായ്ക്കളുള്ള സ്ഥലമാണ്, കടി കിട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു ഫിത്ന നടക്കുന്ന കാലമാണ്, യുദ്ധം നടക്കുന്ന സാഹചര്യമാണ്, പിടിച്ചുപറിക്കാർ ധാരാളമുള്ള നാടാണ്, സ്ഥലമാണ്, പള്ളിയിലേക്ക് പോയാൽ എന്തെങ്കിലും അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവന് ജമാഅത്ത് നമസ്കാരം ഇളവുണ്ട്. ഇങ്ങനെ എവിടെ പ്രയാസമുണ്ടോ അവിടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. അത് ശരീഅത്തിൻ്റെ പ്രത്യേകതയാണ്. കാരണം അല്ലാഹു തആല ഉപദ്രവിക്കരുത് എന്ന് മനുഷ്യനോട് പറഞ്ഞിട്ടുള്ളതാണ്. അള്ളാഹുവിൻ്റെ ശരീഅത്തിൽ അങ്ങനെ ഒരു ദറർ ഉണ്ടാവുകയില്ല. അടുത്തൊരു മസ്അല പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ളത്, ഒരാൾക്ക് മറ്റൊരാളെ ഉപദ്രവിക്കാൻ അനുവാദമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷെ സ്വയം ഉപദ്രവിക്കുകയാണെങ്കിലോ, ഒരാൾ സ്വന്തം സ്വത്ത് നശിപ്പിക്കുക, അവിടെ ഉപദ്രവം അവനവനാണ്. അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിൻ്റെ ഹുക്ം എന്താണ്? ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാ ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത്, അങ്ങനെയുള്ള പ്രവൃത്തികൾ നമുക്ക് രണ്ടായി വേർതിരിക്കാൻ പറ്റും. ഒന്ന്, അങ്ങനെ സ്വയം ഉപദ്രവിക്കുന്നതിന് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാകും. അപ്പോൾ സ്വന്തം സമ്പത്ത് നശിപ്പിക്കുകയാണ്. ഒരാളുടെ അടുത്ത് കുറേ കൃഷിസ്ഥലമുണ്ട്, ആ കൃഷി വിളവുകൾ അദ്ദേഹം നശിപ്പിക്കുകയാണ് വേറെ കൃഷി ചെയ്യാൻ വേണ്ടി. അങ്ങനെ ചെയ്യുന്നത് തെറ്റില്ല. അത് കത്തിച്ച് കളഞ്ഞിട്ട് പുതിയ കൃഷി ചെയ്യാൻ വേണ്ടി, അതിന് തെറ്റില്ല. നേരെ മറിച്ച് ഒരു ലക്ഷ്യമില്ലാതെ അനാവശ്യമായി സ്വന്തം സ്വത്ത് നശിപ്പിക്കാൻ പാടില്ല. കാരണം വേറെ ഹദീസുകളിൽ വിലക്കിയിട്ടുള്ളതാണ് സമ്പത്ത് പാഴാക്കുക എന്നുള്ളത്. ഇനി അടുത്തൊരു മസ്അല നമ്മൾ പറഞ്ഞു, ലാ ദററ വലാ ദിറാർ എന്ന ഹദീസിൻ്റെ ആശയം, അങ്ങോട്ട് പോയി ഉപദ്രവിക്കാൻ പാടില്ല, ഇങ്ങോട്ട് ഉപദ്രവിച്ചവനെ തിരിച്ച് പ്രതികാരമായിട്ട് പോലും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇത് നിരുപാധികം ആണോ പറഞ്ഞത്? അതല്ല, ഇതിന് ചില വ്യവസ്ഥകളുണ്ടോ? കാരണം പ്രതികാരം എന്നുള്ളത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹദീസിൽ അങ്ങനെ പറഞ്ഞത്? മറ്റുള്ള പ്രമാണങ്ങൾ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടതാണ് ഒരാളെ ഉപദ്രവിച്ചാൽ അതിന് അതുപോലെ പ്രതികാരം ചെയ്യാമെന്നുള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഉദ്ദേശിക്കുന്നത് അനുവദിക്കപ്പെട്ട അളവിൽ മാത്രമായിരിക്കണം പ്രതികാരം ചെയ്യുന്നത്. അതിൽ കൂടുതൽ പ്രതികാരം ചെയ്യുന്നതിനെയാണ് ഈ ഹദീസ് വിലക്കുന്നത്. മറ്റൊരാൾ ഉപദ്രവിച്ചു, ആ ഉപദ്രവിച്ച അളവിൽ ഒരടി അടിച്ചാൽ തിരിച്ച് ഒരടി അടിക്കാം. രണ്ടാമത്തെ അടിയെക്കുറിച്ചാണ് ഈ ഹദീസ് പറയുന്നത്, വലാ ദിറാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച്, പ്രതികാര നടപടിയെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? സൂറത്ത് ശൂറയിൽ അല്ലാഹു തആല പറഞ്ഞു, വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ. ഒരാൾ ഉപദ്രവിച്ചാൽ, നമ്മോട് തെറ്റ് ചെയ്താൽ അതിൻ്റെ ശിക്ഷ സയ്യിഅത്തുൻ മിസ്ലുഹാ, അതുപോലെ പ്രതികാരം ചെയ്യാം. ഫമൻ അഫാ വ അസ്ലഹ, ആരാണ് വിട്ടുവീഴ്ച ചെയ്യുന്നത്, ഫഅജ്റുഹു അലല്ലാഹ്,
അള്ളാഹുവിൻ്റെ അടുക്കലാണ് അവൻ്റെ പ്രതിഫലം. കണക്കില്ലാതെ അള്ളാഹു അവന് പ്രതിഫലം കൊടുക്കും. ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല. നോക്കൂ, നിങ്ങൾ ഈ ആയത്തിനെ കുറിച്ച് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് വളരെ സമഗ്രമായ ഒരു ആയത്താണിത്. ഒറ്റ ഒരു വരി, ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ് ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. 3 വാചകങ്ങൾ ഒരു വരിയിൽ. ഈ ഒരു 3 വാചകങ്ങളിൽ മനുഷ്യർ തമ്മിൽ നടക്കുന്ന ഉപദ്രവങ്ങളും അതിനോട് പ്രതികരിക്കുന്ന കാര്യത്തിൽ ആളുകൾ സ്വീകരിക്കുന്ന നയങ്ങളും അതിലെ ശരിതെറ്റുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിരിക്കുകയാണ്. അല്ല, ഒരാളെ മറ്റൊരാൾ ഉപദ്രവിച്ചാൽ അതിനോട് പ്രതികരിക്കുന്ന കാര്യത്തിൽ മനുഷ്യർ 3 തരത്തിലായിരിക്കും. ഈ 3 ഇനങ്ങൾ എന്തൊക്കെയാണ്, അതിലേതാണ് ശരി എന്നുള്ളത് ഈ ആയത്ത്, ചെറിയ ഒരു ആയത്തിലൂടെ അള്ളാഹു തആല പഠിപ്പിച്ചിരിക്കുകയാണ്. ഒന്ന് എന്താണ്? കൃത്യമായ അളവിലുള്ള പ്രതികാരം. ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹ, തത്തുല്യമായ പ്രതികാരം. ഇങ്ങോട്ട് ചെയ്തത് അതുപോലെ തിരിച്ചു ചെയ്തു. രണ്ടാമത്തേത് ഫമൻ അഫാ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, വിട്ടുവീഴ്ച ചെയ്യുക. ഒരാൾ ഇങ്ങോട്ട് ചെയ്തതിൻ്റെ ആ ചെയ്തതിന് ഒന്നും തന്നെ തിരിച്ച് പ്രതികാരം ചെയ്യാതെ വെറുതെ വിടുക. മൂന്നാമത്തത് ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല. ചെയ്തതിൽ കൂടുതൽ തിരിച്ചു ചെയ്യുക, അതാണ് അക്രമി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അക്രമികളെ കുറിച്ച് പറഞ്ഞു, അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അത് തെറ്റാണ്. ഫമൻ അഫാ വ അസ്ലഹ, വിട്ടുവീഴ്ച ചെയ്തവനെ അജ്റുഹു അലല്ലാഹ്, അവന് പ്രതിഫലമുണ്ട്. അപ്പോൾ വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായത്, അതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ചു. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹ, തത്തുല്യമായ പ്രതികാരം ചെയ്യുന്നതിനെ പറ്റിയോ ഒന്നും പറഞ്ഞില്ല. അതിന് ശിക്ഷയുണ്ട് എന്നോ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നോ ഇഷ്ടപ്പെടുന്നില്ല എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് അനുവദനീയമാണെന്ന് മനസ്സിലാക്കാം. അനുവദനീയമായ കാര്യത്തിന് പ്രതിഫലവുമില്ല, ശിക്ഷയുമില്ല. അപ്പോൾ 3 നിലപാടുകൾ എന്തൊക്കെയാണ്, അതിന് അള്ളാഹു കൊടുക്കാൻ പോകുന്ന പ്രതിഫലം എന്താണ്, ശിക്ഷ എന്താണ്, ഈ 3ൻ്റെയും ഹുക്കം എന്താണ്, അതിലേറ്റവും നല്ലത് എന്താണ് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിലൂടെ പഠിപ്പിച്ചു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞൊരു കാര്യം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഈ പ്രതികാരം ഒരാൾ ശീലമാക്കിയാൽ അനുവദനീയമാണെങ്കിലും അത് ചിലപ്പോൾ നമ്മെ അക്രമത്തിലെത്തിക്കും. അല്ല, പ്രതികാരം അനുവദനീയമാണ്. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹ. പക്ഷേ ഈ മിസ്ലുഹ എന്നുള്ളത് എന്ത് ചെയ്യും? ദുൽമിലേക്ക് എത്തും കുറച്ച് കഴിയുമ്പോൾ. കാരണം നമ്മൾ പ്രതികാരം ചെയ്യുന്നത് ദേഷ്യം ഉള്ള അവസ്ഥയിലാണ്, ദേഷ്യം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ദേഷ്യമുള്ള ഒരാൾക്ക് സ്വയം നിയന്ത്രിക്കാൻ പ്രയാസമായിരിക്കും. ഇങ്ങോട്ട് ചെയ്തതിൽ കൂടുതൽ തിരിച്ചു ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ദുൽമായി മാറും, അവൻ കുറ്റക്കാരനായി മാറും. അപ്പോൾ മദ്ലൂമായി അള്ളാഹിനെ കണ്ടുമുട്ടുന്നതാണ് ളാലിമായിട്ട് കണ്ടുമുട്ടുന്നതിനേക്കാൾ നല്ലത്. അതുകൊണ്ട് സബ്റും അഫുവുമാണ് നല്ലത് എന്നർത്ഥം. അതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്, വല ദിറാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ഒരു ഖാഇദ പഠിപ്പിക്കുന്നുണ്ട്, ഒരു അറിയപ്പെട്ട ഖാഇദ. നമുക്കറിയാം, ഖവാഇദ് ഫിഖ്ഹിയ്യ, അൽ ഖവാഇദുൽ ഫിഖ്ഹിയ്യ എന്ന് പറയുന്ന ചില ഖാഇദകളുണ്ട്. എന്താണ് ഈ ഖാഇദകളുടെ പ്രത്യേകത? ഫിഖ്ഹിൻ്റെ ധാരാളക്കണക്കിന് മസ്അലകൾ നമുക്ക് ഒരു ഖാഇദയിലൂടെ ഓർത്തു വെക്കാൻ സാധിക്കും. ഈ ഒരു തത്വം അത് മനഃപ്പാടമാക്കി വെച്ചാൽ, മനസ്സിൽ ഓർത്തു വെച്ചാൽ നമുക്ക് നിരവധി സന്ദർഭങ്ങൾ അത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള തത്വങ്ങൾക്കാണ് അൽ ഖവാഇദുൽ ഫിഖ്ഹിയ്യ എന്ന് പറയുന്നത്. ധാരാളം എണ്ണമുണ്ട് ഖവാഇദുൽ ഫിഖ്ഹിയ്യ എന്ന് പറയുന്നത്. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട 5 ഖാഇദകളുണ്ട്. അൽ ഖവാഇദുൽ ഖംസ് അൽ കുബ്ര, വലിയ 5 ഖാഇദകൾ. അതിൽപ്പെട്ട ഒരു ഖാഇദയാണ് അദ്ദററു യുസാൽ, ഉപദ്രവം, പ്രയാസം, ഞെരുക്കം അത് ഇല്ലാതെയാക്കുക എന്ന് പറയുന്നൊരു ഖാഇദയുണ്ട്. ഇതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കും. പക്ഷേ ഈ ഖാഇദക്ക് ഉള്ള തെളിവ് ഈ ഹദീസാണ്. ഇതുപോലെയുള്ള വേറെയും ആയത്തുകളും ഹദീസുകളും ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുള്ള ഖാഇദയാണ് അദ്ദററു യുസാൽ. ഇനി ഈ ഖാഇദ എങ്ങനെ ഉപയോഗിക്കണം എന്നതിന് ചില ഉദാഹരണങ്ങൾ പറയാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്ന വേറെ ചില ഖാഇദകളുണ്ട്. അത് മനസ്സിലാക്കിയാൽ എങ്ങനെയാണിത് പ്രയോഗിക്കേണ്ടത് മനസ്സിലാവും. ഒന്ന്, യുദ്ഫഉ അദ്ദററുൽ ആം ബിദ്ദററിൽ ഖാസ്. ഫുഖഹാക്കൾ പറയുന്ന ഒരു ഖാഇദയാണ് അദ്ദററുൽ ആം, പൊതുവായ ഉപദ്രവം. മുസ്ലിമീങ്ങൾക്ക് പൊതുവിൽ എല്ലാവരെയും ബാധിക്കുന്ന, അല്ലെങ്കിൽ കുറേ ആളുകളെ ബാധിക്കുന്ന ഒരു ദറർ, ഒരു ഉപദ്രവം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇല്ലാതെയാക്കണം ബിദ്ദററിൽ ഖാസ്, ഒരാളുടെ വ്യക്തിപരമായ ഉപദ്രവം സഹിച്ചുകൊണ്ട്. അല്ലെ, നമ്മുടെ മുന്നിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ എല്ലാവരും കൂടി ഒരു ബുദ്ധിമുട്ട് സഹിക്കണം, അല്ലെങ്കിൽ ഒരാൾ സഹിക്കണം. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും കൂടി ഇത് സഹിക്കാൻ നിൽക്കണോ, അതോ ഈ കുറച്ച് പേര് സഹിക്കണോ? ഈ കുറച്ച് പേര്, അല്ലെങ്കിൽ ഒരു വ്യക്തി ആ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തണം. കാരണം വിശ്വാസം പഠിപ്പിച്ചത് ലാ ദററ വലാ ദിറാർ, ഒരു ഉപദ്രവം ഉണ്ടാകരുത്. അദ്ദററു യുസാൽ എന്ന് നമ്മൾ പറഞ്ഞു, ഉപദ്രവം നീക്കം ചെയ്യണം. ഉപദ്രവം നീക്കം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും ആളുകൾ ഇരിക്കുന്നു, എല്ലാവരും ഒരു ഉപദ്രവം സഹിക്കണോ, അതോ ഞാൻ ഒരാൾ സഹിക്കണോ? ഞാൻ മാത്രം സഹിച്ചാൽ ഫലം എന്താണ്? ഉപദ്രവം കൂടിയോ കുറഞ്ഞോ?
രണ്ടിലൊരു തീരുമാനമെടുക്കാം. ഒന്നുകിൽ നമ്മൾ എല്ലാവരും കൂടി ഉപദ്രവം സഹിക്കുക. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ കിട്ടുന്ന ഉപദ്രവം എത്രയാണ്? ഞാൻ മാത്രം സഹിക്കുക. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ കിട്ടിയ ഉപദ്രവം എത്രയാണ്? ഇതിലേതായിരിക്കും കൂടുതൽ? എല്ലാവരും കൂടി സഹിക്കുന്നതാണ് കൂടുതൽ. അപ്പോൾ ഏതാണ് ലാഭം? ഒരു വ്യക്തി ആ ഉപദ്രവം സഹിക്കുക എന്നുള്ള ഒരു ഉദാഹരണം പറഞ്ഞ് വ്യക്തമാകും. അപ്പോൾ നമ്മളൊരു മദ്രസ നടത്തുന്നുണ്ട്, ഒരു സ്ഥാപനം നടത്തുന്നുണ്ടെന്ന് വിചാരിക്കുക. അവിടെ ഒരു സ്വഭാവ ദൂഷ്യമുള്ളൊരു കുട്ടിയെ കൊണ്ടുവന്നു, അവനവിടെ പഠിപ്പിക്കണം. അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അവനെ പുറത്താക്കണം എന്നായിരിക്കും നമ്മുടെ താല്പര്യം. കാരണം ബാക്കിയുള്ള കുട്ടികളെ കൂടി ബാധിക്കുന്ന തരത്തിലുള്ള സ്വഭാവ ദൂഷ്യമാണ് ഇവനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? രക്ഷിതാക്കൾ നിർബന്ധിക്കും അവനെ അവിടെ തന്നെ നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് രണ്ടിലേത് തീരുമാനം എടുക്കണമെന്ന് സംശയമാവും. കാരണം ഇവനെ ഒഴിവാക്കിയാൽ അവൻ കൂടുതൽ പഴിച്ചു പോകാൻ സാധ്യതയുണ്ട്, അവന് പിന്നീട് പഠിക്കാൻ അവസരങ്ങളില്ല, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അവനവിടെ നിർത്തിയാലോ എല്ലാവരും ഒരു പ്രയാസം സഹിക്കേണ്ടി വരും, എല്ലാ കുട്ടികളും കേടുവരുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഏതിനാണ് മുൻഗണന കൊടുക്കുക? ഈ ഒരു വ്യക്തി ആ പ്രയാസം സഹിക്കുക എന്നുള്ളതിനാണ് മുൻഗണന കൊടുക്കുക. അപ്പോൾ ആ തീരുമാനമെടുക്കാൻ ഒരു കുറ്റബോധവും തോന്നേണ്ടതില്ല. അവിടെ നമ്മൾ ഷറഇൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഷറ പഠിപ്പിക്കുന്നത് എന്താണ്? അദ്ദററു യുസാൽ, ഉപദ്രവങ്ങൾ ഇല്ലാതെയാക്കണം. ഉപദ്രവം ഇല്ലാതെയാക്കാനുള്ള മാർഗങ്ങളിൽ ഒന്ന് യുദ്ഫഉ അദ്ദററുൽ ആം ബിദ്ദററിൽ ഖാസ്, വ്യക്തിപരമായി സഹിച്ചുകൊണ്ട് പൊതുവായ ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുക. അപ്പോൾ വ്യക്തിപരമായ പ്രയാസം ഈ രക്ഷിതാവ് സഹിക്കുക എന്നുള്ളതാണ് അവിടെ ശറഈയായി ചെയ്യേണ്ട കാര്യം. അതുപോലെയുള്ള ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഹജ്റിൻ്റെ കാര്യം. ഒരാൾ കടം വാങ്ങി, കടം വീട്ടുന്നില്ല, കുറേ കടക്കാരുണ്ട്, ഇയാൾ കൊടുക്കാനുള്ള ആളുകൾ കുറേ പേരുണ്ട്. അപ്പോൾ ഇയാളുടെ സ്വത്ത് വകകൾ ഭരണാധികാരി പിടിച്ചു വെക്കും, എന്നിട്ടത് വിറ്റ് കിട്ടുന്ന തുക ഈ ആളുകൾക്ക് വീതിച്ചു കൊടുക്കും. അപ്പോൾ ഇയാൾക്ക് പ്രയാസമുണ്ട്, അയാളുടെ സ്വത്ത് നഷ്ടപ്പെടുകയാണ്. അയാളുടെ പ്ലാൻ എന്തായിരിക്കും? ഞാൻ ഇനിയും കച്ചവടം ചെയ്ത് കടം വീട്ടും എന്നൊക്കെ അയാൾ വാദിക്കും, അയാൾ ആഗ്രഹിക്കും. പക്ഷേ സമയമായാൽ, കടം വീട്ടാമെന്ന് പറഞ്ഞ ആ സമയം എത്തിക്കഴിഞ്ഞാൽ, കടക്കാർ ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇയാളത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അടുത്ത വർഷം വീട്ടിക്കൊള്ളാം, എൻ്റെ അടുത്ത വർഷം വീട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാളുടെ മനസ്സിൽ പല പ്ലാനുകളും ഉണ്ടാകും. ചിലപ്പോൾ കുറച്ചുകൂടി സമയം കിട്ടിയാൽ അയാൾ കച്ചവടം ചെയ്ത് വലിയ പണക്കാരനാകും എന്നൊക്കെ അയാൾ വിചാരിക്കുന്നുണ്ടാകാം. പക്ഷേ ഈ ഇടപാടുകാരത് സമ്മതിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഈ നടപടി സ്വീകരിക്കേണ്ടി വരും. പക്ഷെ അതും ഇസ്ലാമിൽ ഒരു ക്രൂരതയൊന്നുമില്ല. ഇയാളുടെ താമസിക്കാനുള്ള വീട്, അത്യാവശ്യത്തിന് വേണ്ട വാഹനം, ഇതൊക്കെ ഒഴിവാക്കി കൊടുക്കും. ബാക്കിയുള്ള സ്വത്തുവകകളാണ് വിൽക്കുക. അങ്ങനെ വിൽക്കുമ്പോൾ ഈ വ്യക്തിക്ക് വലിയ പ്രയാസമുണ്ട്, ദററുൻ ഖാസ്, അയാൾക്ക് വ്യക്തിപരമായി പ്രയാസമുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് ഇടപാടുകാർ എന്ത് ചെയ്യുന്നുണ്ട്? ഇയാളെ കൊണ്ട് പ്രയാസം അനുഭവിക്കേണ്ടി വരും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ. ഈ കടക്കാർ മാത്രമല്ല, ബാക്കിയുള്ള ആളുകൾ, ഇനി ഇയാൾ ഭാവിയിൽ കച്ചവടം ചെയ്യാൻ പോകുന്ന ആളുകൾ കൂടി പ്രയാസമുണ്ടാകും. കാരണം അവരുമായി ഇയാൾ ഇടപാട് നടത്താൻ പോകുന്നത് ബാധ്യതയുള്ള സമ്പത്തുമായിട്ടാണ്. അത് ചോദിച്ച് അവകാശികൾ വരും, ഈ കടക്കാർ വരും. അപ്പോൾ പുതിയ ഇടപാടുകാർക്കും അത് പ്രയാസം വരും. അപ്പോൾ ഇയാൾ മൊത്തം മുസ്ലിം സമുദായത്തിലൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇയാളുടെ ഈ പ്രയാസം തൽക്കാലം സഹിക്കാൻ ആവശ്യപ്പെടുക. അതാണ് ശരീഅത്ത് ആവശ്യപ്പെടുന്നത്. അപ്പം ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ശർഈയായ ഹുദൂദുകൾ, ശിക്ഷകൾ. കള്ളൻ്റെ കൈ വെട്ടുമ്പോൾ അവന് വളരെ പ്രയാസമുള്ള കാര്യമാണ് കൈ പോകുക എന്ന് പറയുന്നത്. പക്ഷേ മുസ്ലിം ഉമ്മത്തിന് അത് ആവശ്യമാണ്. അവൻ്റെ കൈ പോയാലേ മുസ്ലിം ഉമ്മത്തിലെ സ്വത്ത് സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അവനെടുത്ത ആ സ്വത്തിന് പകരമായി അവൻ്റെ കൈയെടുക്കുക എന്നുള്ളതല്ല, നേരെ മറിച്ച് മൊത്തം സമുദായത്തിൽ ആളുകൾ മോഷണം എന്ന് പറയുന്ന കുറ്റം ചെയ്യാതിരിക്കണം. അങ്ങനെ ആയാലേ സ്വത്ത് സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കൈവെട്ടുന്നത്. അടുത്തൊരു കായിദ, ഈ ദറർ ഇല്ലാതെയാക്കണം എന്ന വലിയ കായിദ, അത് നടപ്പിലാക്കാൻ വേണ്ടി പണ്ഡിതന്മാർ ഇജ്തിഹാദ് ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ള ചെറിയ കായിദകളാണ് പഠിപ്പിക്കുന്നത്. ഒന്നാമത്തേത് പൊതുവായ ബുദ്ധിമുട്ടിന് അത് നേരിടാൻ വേണ്ടി വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ സഹിക്കുക. രണ്ടാമത്തേത് തുദ്ഫഉൽ മഫ്സദത്തുൽ കുബ്ര ബിൽ മഫ്സദത്തി സുഗ്റ, ഒരു വലിയ മഫ്സദത്ത്, ഒരു വലിയ ദറർ, വലിയ ഒരു ബുദ്ധിമുട്ട്, ഉപദ്രവം, അത് നേരിടാൻ വേണ്ടി ചെറിയ ബുദ്ധിമുട്ടുകൾ സഹിക്കുക. വലിയൊരു ബുദ്ധിമുട്ടില്ലാതെയാക്കാൻ വേണ്ടി ചെറിയ ബുദ്ധിമുട്ടുകൾ സഹിക്കുക. അതും അദ്ദററു യുസാൽ, ഞെരുക്കവും പ്രയാസവും ഇല്ലാതെയാക്കണം എന്ന ഈ തത്വത്തിൻ്റെ ഒരു ശാഖയാണ്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമ്മൾ ഒരാളെ ഒരു കടയിലേക്ക് പറഞ്ഞേക്കാണ്. അപ്പോൾ അയാളോട് നമ്മൾ പറയാണ്, ലാഭമുള്ള കച്ചവടം ചെയ്യണം, അല്ലെങ്കിൽ ലാഭം ഉള്ള സ്ഥലത്ത് നിന്ന് സാധനം വാങ്ങണം. രണ്ട് കടകളുണ്ട്. ഒരു കടയിൽ ഒരു സാധനത്തിന് വളരെ വില കുറവാണ്, ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ബാക്കി സാധനങ്ങൾക്ക് നല്ല വില കൂടുതലാണ്. മറ്റൊരു കടയിൽ എല്ലാ സാധനത്തിനും ഒരു ആവറേജ് വിലയാണ്. ഇപ്പം എന്ത് ചെയ്യണം? ഇവൻ കൂട്ടി നോക്കിയിട്ട് എവിടെയാണ് മൊത്തത്തിൽ ലാഭം എന്ന് നോക്കണം.
അല്ലാതെ ഒരു സാധനം എവിടെയാണ് ലാഭം നോക്കിയിട്ട് കാര്യമില്ല. ഒരു സാധനത്തിന് വളരെ ആകർഷണീയമായ വിലയുണ്ട് ഒരു സ്ഥലത്ത്, പക്ഷെ അവിടെ പോയാൽ മൊത്തത്തിൽ നഷ്ടമായിരിക്കും. അവിടെ പോകരുത്. അതുപോലെ ആയിരിക്കണം. നമ്മുടെ മുന്നിൽ കുറേ അവസരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഓരോ പ്രവൃത്തി ചെയ്താലുമുള്ള ലാഭവും നഷ്ടവും കൂട്ടിക്കഴിച്ച് നോക്കിയിട്ട് ഏറ്റവും ഉപദ്രവം കുറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ഇക്കാലഘട്ടത്തിൽ ആവശ്യം വരുന്ന നിരവധി ഉദാഹരണങ്ങൾ, അതുപോലെ മുമ്പ് കാലത്തും ഓരോ കാലഘട്ടത്തിലും ഇതിൻ്റെ പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുസ്ലിം ഉമ്മത്ത്. ഏറ്റവും വലിയ ഉദാഹരണമാണ് സുൽഹുൽ ഹുദൈബിയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. എന്താണ് സുൽഹുൽ ഹുദൈബിയ്യ എന്ന് പറയുന്നത്? ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് 1500 സ്വഹാബത്തുമായിട്ട് മക്കയിലേക്ക് പോകുന്നു ഉംറ ചെയ്യാൻ വേണ്ടി. വഴിയിൽ വെച്ച് മുശ്രിക്കുകൾ തടയുന്നു. അവിടെ വെച്ച് ഒരു സുൽഹുണ്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക മുശ്രിക്കുകളുമായിട്ട്. എന്താണ് ആ സുൽഹിലെ വ്യവസ്ഥകൾ? ആ വ്യവസ്ഥകൾ നോക്കിയാൽ ഇസ്ലാമിന് വളരെ എതിരായിട്ടുള്ള വ്യവസ്ഥകളാണ്. മക്കയിൽ നിന്ന് ഒരു മുശ്രിക്ക് മുസ്ലിമായിട്ട് വന്നാൽ മദീനയിൽ അവനെ സ്വീകരിക്കരുത്, അവനെ തിരിച്ചു പറഞ്ഞേക്കണം. തിരിച്ചു പറഞ്ഞയച്ചാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്? അവൻ്റെ കുടുംബക്കാരും നാട്ടുകാരും അവനെ പീഡിപ്പിക്കും. നമുക്കറിയാം, അബു വസീർ റളിയല്ലാഹു അൻഹു എന്ന സഹാബി, അദ്ദേഹത്തെ ഈ സുൽഹിന് ശേഷം മക്ക മുശ്രിക്കുകൾ ചങ്ങലക്കിട്ട് പീഡിപ്പിക്കുകയായിരുന്നു. അങ്ങനെ സംഭവിക്കും, അതിന് സമ്മതമാണ് എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ നിന്ന് ആരെങ്കിലും മുർത്തദ്ദായി പോയാലോ മക്കയിലേക്ക് തിരിച്ചു പോകണം, മുശ്രിക്കായിട്ട് തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ അവനെ പറഞ്ഞേക്കും വേണം, അവനവിടെ നിർത്താൻ പാടില്ല. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് എതിരാണ് എന്നാണ് ബാഹ്യമായി നോക്കിയാൽ തോന്നുക. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കരാർ സ്വീകരിച്ചു. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിക്കാനുള്ള കാരണം, ആ കരാർ സ്വീകരിച്ചതോടുകൂടി മുശ്രിക്കുകൾക്ക് മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യാൻ പറ്റാതെയായി. യുദ്ധമില്ല പിന്നെ. അങ്ങനെ മുസ്ലിമീങ്ങളായ ആളുകൾ മക്കയിലേക്ക് പോകാൻ തുടങ്ങി സ്വതന്ത്രമായി. അവർ മക്കയിൽ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. അതുപോലെ മക്കയിലുള്ള ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകൾ തന്നെ ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും. അവർ മദീനയിലേക്ക് വരാതെ മക്കയിൽ തന്നെ നിന്ന് ദഅവത്ത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മുസ്ലിമീങ്ങളുടെ ജീവൻ സംരക്ഷിക്കപ്പെട്ടു, യുദ്ധമുണ്ടാവുകയില്ല. അതുപോലെ തന്നെ ആളുകൾ സ്വതന്ത്രരായി പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ദീനിനെക്കുറിച്ച് മക്കയിലെ മുശ്രിക്കുകളോട് സംസാരിക്കാൻ തുടങ്ങി. അതിനുള്ള അവസരമുണ്ടായി. മക്കയിലേക്ക് പോകാൻ പറ്റും മദീനയിൽ നിന്ന്. അപ്പോൾ സമാധാനം നിലനിൽക്കുകയും അതിൻ്റെ ഫലമായി ഇസ്ലാം കൂടുതൽ പ്രചരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വലിയൊരു ഗുണമുണ്ടായി. അപ്പോൾ ബാഹ്യമായി നോക്കിയാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. മുസ്ലിമീങ്ങൾ പലരും പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ അതോടൊപ്പം ഇസ്ലാം പ്രചരിക്കുക എന്നുള്ളൊരു വലിയ മസ്ലഹത്തുണ്ടായി. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ള ഒരു മസ്ലഹത്തുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തയ്യാറായി. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ്, നമുക്കറിയാം, മുസ്ലിമായ ഭരണാധികാരിക്കെതിരെ ഖുറൂജ് നടത്തുന്നത് വിലക്കപ്പെട്ട കാര്യമാണ്. മുസ്ലിമായ ഭരണാധികാരി എത്ര അക്രമം ചെയ്താലും, ളാലിമായ ഫാസിഖായ അനീതി മാത്രം ഉള്ള ഒരു മുസ്ലിം ഭരണാധികാരിയാണെങ്കിൽ പോലും അങ്ങനെയുള്ള ഭരണാധികാരിക്കെതിരെ വിപ്ലവം ഉണ്ടാക്കുന്നത്, കലാപം ഉണ്ടാക്കുന്നത് ഇസ്ലാമിൽ ഹറാമാണ്. എന്താണ് തെളിവ്? ഇജ്മാ. മുസ്ലിം ഉലമാക്കൾ എല്ലാവരും ഏകോപിച്ചിരിക്കുന്നു. ഇത് രണ്ടഭിപ്രായമുള്ള മസലയല്ല, തർക്കമില്ലാത്ത മസലയാണ്. മുസ്ലിമാണോ, അയാൾക്കെതിരെ, ഭരണാധികാരിക്കെതിരെ കലാപം നടത്താൻ, പ്രശ്നമുണ്ടാക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അപ്പോൾ പല ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം എന്താ? ദീൻ പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടുള്ളത് പിന്നെ ആവേശത്തിൽ പ്രസംഗിക്കുന്ന കുറേ പ്രാസംഗികന്മാരുടെ ചരിത്ര ക്ലാസ്സുകളും അതുപോലെ തന്നെ അവനവൻ്റെ നാട്ടിലെ സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് കിട്ടുന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസമാണ് കിട്ടിയിട്ടുള്ളത്. ദീൻ എന്താണെന്ന് പഠിച്ചിട്ടില്ല. ഇസ്ലാം എന്ന് പറയുന്നത് ആവേശത്തിൻ്റെ മതമല്ല, ഒരു മനുഷ്യനുണ്ടാക്കിയതല്ല. മനുഷ്യന്മാരുണ്ടാക്കിയ പ്രത്യയശാസ്ത്രങ്ങളാണെങ്കിൽ അതിൽ ഇത്തരം സന്ദർഭങ്ങൾ എന്താണ് ഉണ്ടാവുക? കലാപമാണ് ഉണ്ടാവുക. അക്രമം, തിരിച്ചു അക്രമം. ഭരണാധികാരി ദുൽമ ചെയ്യുകയാണെങ്കിൽ തിരിച്ച് വാളെടുക്കുക. മരിച്ചു പോയാലും വേണ്ടില്ല, നമ്മൾ തലകുനിക്കുകയില്ല എന്നായിരിക്കും. മനുഷ്യരാണെങ്കിൽ, മനുഷ്യനുണ്ടാക്കിയ ദീനാണെങ്കിൽ അതിലുണ്ടാവുക. പക്ഷെ ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്. ഇതിൽ വികാരങ്ങൾക്ക് സ്ഥാനമില്ല. അള്ളാഹു തആല പഠിപ്പിക്കുന്നത് എന്താണ്? ഇത് ചെറിയ മഫ്സദത്ത് സഹിച്ചുകൊണ്ട് വലിയ മഫ്സദത്തിനെ തടയുക. എന്താണ് വലിയ മഫ്സദത്ത് എന്ന് പറഞ്ഞാൽ? ഭരണാധികാരി നമ്മെ ഉപദ്രവിക്കുന്നു എന്നുള്ളത് വളരെ പ്രയാസം തന്നെയാണ്. പക്ഷെ തിരിച്ച് ഒരു കലാപം ഉണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും? ഭരണാധികാരി കൂടുതൽ ഉപദ്രവിക്കുമോ, അതോ നിങ്ങൾ വാളെടുത്ത സ്ഥിതിക്ക് ഞാൻ പേടിച്ച് നിർത്തി എന്ന് പറയുമോ? കൂടുതൽ ആക്രമിക്കുകയാണ് ചെയ്യുക സ്വാഭാവികമായിട്ടും. അപ്പോൾ എന്താണ് ഉണ്ടാവുക? കൂടുതൽ രക്തച്ചൊരിച്ചിലുണ്ടാകും. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ആർക്കാണ്? മൊത്തം മുസ്ലിമീങ്ങൾക്കാണ്. അപ്പോൾ ചെറിയ മഫ്സദത്ത് സഹിച്ചുകൊണ്ട്
വലിയ മഫ്സദത്തിനെ തടയുക എന്നതാണ് ഇതിനുള്ള കാരണം. അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്ന ഒരു കാര്യം, ഈ മസ്അല അല്ലെങ്കിൽ ഈ ഒരു ഖായിദ എത്രമാത്രം പ്രധാനമാണ്, അല്ലെങ്കിൽ വികാരത്തിന് ഇസ്ലാമിൽ എത്ര സ്ഥാനമുള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണമാണ്. ഒരു യുദ്ധത്തിനിടയിൽ മുശ്രിക്കുകൾ ഒരു സംഘം മുസ്ലിമീങ്ങളെ പിടികൂടി, എന്നിട്ട് അവരെ പരിചയാക്കി മാറ്റി. അവരൊരു എന്താ പറയുക, മനുഷ്യ കവചം എന്ന് പറയുന്ന രൂപത്തിൽ നിർത്തി മുമ്പിൽ. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യണം? ഫിഖ്ഹിന്റെ കിതാബുകൾ അറിയപ്പെട്ടൊരു മസലയാണ് അത്തതറുസു ബിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളെ കൊണ്ട് ഇവരൊരു പരിചയം ഉണ്ടാക്കി, മുശ്രിക്കുകളുടെ മുമ്പിൽ അവർ നിർത്തി. അപ്പോൾ അങ്ങോട്ട് ആക്രമിച്ചാൽ ഈ മുസ്ലിമീങ്ങളായിരിക്കും മരിച്ചു പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, ഇവരെ കൊല്ലാം എന്നതിൽ ഇജ്മാ ഉണ്ട്. ആലോചിച്ച് നോക്കൂ, അങ്ങനെയുള്ള സാഹചര്യം ഇല്ലാതിരിക്കട്ടെ, അങ്ങനെ സംഭവിച്ചാൽ ഈ മുസ്ലിമീങ്ങളെ കൊല്ലാം എന്നതിൽ ഇജ്മാ ഉണ്ടെന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്. അപ്പോൾ ഇവിടെ മുസ്ലിമീങ്ങളല്ലേ ഇവർ, പക്ഷെ എന്തുകൊണ്ടാണ് അതിനെ അനുവദിച്ചത്? അവിടെ നോക്കി നിന്നാൽ മുശ്രിക്കുകൾ എന്ത് ചെയ്യും? അവരെയും കൊല്ലും, അതിനുശേഷം ബാക്കിയുള്ള മുസ്ലിമീങ്ങളെയും കൊല്ലും. ഈ മുസ്ലിം സൈന്യത്തെയും കൊല്ലും, അവർ പരിചയമാക്കി വെച്ചിട്ടുള്ള ഈ മുസ്ലിമീങ്ങളെയും കൊല്ലും. അപ്പോൾ എന്ത് ചെയ്യണം? ചെറിയ അപകടം സഹിക്കുക. അതാണ് അവിടെ അങ്ങനെ പറയാനുള്ള കാരണം. അപ്പോൾ വലിയൊരു മഫ്സദത്ത് തടയാൻ വേണ്ടി ചെറിയ മഫ്സദത്ത് ചെയ്യുക. അപ്പോൾ കൊലപാതകം എന്ന് പറയുന്നത് തെറ്റല്ലേ? തെറ്റാണ്. പക്ഷെ കൂടുതൽ കൊലപാതകം നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രചാരത്തിലുള്ള ഒരു മസലയാണ്, വളരെയധികം ആവശ്യം വരുന്നൊരു മസലയാണ്, ചോദിക്കപ്പെടുന്നൊരു കാര്യമാണ്. ഇന്ന് വിദ്യാഭ്യാസവും ജോലിയും ഇഖ്തിലാത്തില്ലാതെ, സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരാതെ സാധിക്കാത്ത അവസ്ഥയുണ്ട് പല നാടുകളിലും. സാധിക്കുന്ന നാടുകളുണ്ട്, സാധിക്കാത്ത നാടുകൾ ധാരാളമുണ്ട്. അതാണ് കൂടുതൽ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് പഠിക്കാമോ? പണ്ഡിതന്മാർ ധാരാളം ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് പഠിക്കാം, ജോലി ചെയ്യാമെന്നാണ്. മറ്റൊരവസരം ഇല്ലാത്തിടത്തോളം. കാരണം നമ്മുടെ മുന്നിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്നുകിൽ ഈ ജോലി ചെയ്യാം, ജോലി ചെയ്താൽ അവിടെ ഒരു മഫ്സദത്തുണ്ട്. എന്താണ്? ഇഖ്തിലാത്ത് എന്നുള്ളത്, സ്ത്രീകളുമായി കൂടിക്കലരുക എന്നുള്ളത് ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ളതാണ്. അതാദ്യം പറയേണ്ടതുണ്ട്, ഇത് അറിയാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ കൂടുതൽ. സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരുക എന്നുള്ളത് ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള കാര്യമാണ്. അത് ചെയ്തുകൊണ്ട് ഈ ജോലി ചെയ്താൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഹറാമ് ചെയ്തു, ഇഖ്തിലാത്ത് എന്ന് പറയുന്നൊരു ഹറാമ് ചെയ്തു. ഈ ജോലി ഒഴിവാക്കിയാലോ അവന് അവൻ്റെ കുടുംബത്തെ പോറ്റുക എന്ന് പറയുന്ന വാജിബ് ചെയ്യാൻ സാധിക്കുകയില്ല, അത് നിറവേറ്റാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസം ഉപേക്ഷിച്ചാൽ അവനൊരു ജോലി കണ്ടുപിടിച്ച് കുടുംബം നോക്കുക എന്ന് പറയുന്നത് സാധിക്കുകയില്ല. അപ്പോൾ സ്വന്തം കുടുംബത്തെ പട്ടിണിക്കിടുക എന്ന് പറയുന്നത് ഒരു മഫ്സദത്താണ്, ദററാണ്. ഇഖ്തിലാത്ത് എന്ന് പറയുന്നതും ദററാണ്. ഇതിലേതിന് മുൻഗണന കൊടുക്കും? വലുത് ഈ കുടുംബത്തെ പട്ടിണിക്കിടുക എന്നുള്ളതാണ്, ഈ ഇഖ്തിലാത്ത് എന്ന് പറയുന്നതിനേക്കാൾ വലിയ അപകടം. അപ്പോൾ ഈ ചെറിയ ദറർ സഹിച്ചുകൊണ്ട് ഈ വലിയ ദററിനെ ഇല്ലാതെയാക്കുക, ഇത് ദീൻ പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ തെറ്റല്ലേ? തെറ്റാണ്, യാതൊരു സംശയവുമില്ല. ഒരാളെ കൊല്ലുന്നത് തെറ്റല്ലേ? തെറ്റാണ്. പക്ഷെ എന്തുകൊണ്ട് കൊല്ലുന്നു? അതിനേക്കാൾ വലിയ ഒരു ലക്ഷ്യമുള്ളത് കൊണ്ട്. അപ്പോൾ കുടുംബം നോക്കുക എന്നുള്ള ഒരു വാജിബ് ഉള്ളത് കൊണ്ടാണ് ഉലമാക്കൾ ഇത് അനുവദിക്കുന്നത്. ഇനി ഒരാൾക്ക് സാധിക്കുമെങ്കിലോ, ഇത് ചെയ്യാതെ കുടുംബം നോക്കാൻ സാധിക്കുമെങ്കിലോ, തീർച്ചയായും ഈ ഷെറ് ഒഴിവാക്കുകയാണ് വേണ്ടത്, യാതൊരു സംശയമില്ല. ഇപ്പോൾ മുശ്രിക്കീങ്ങൾ മുസ്ലിങ്ങളെ പരിചയമാക്കി, അപ്പോൾ നമുക്ക് ഈ മുസ്ലിങ്ങളെ കൊല്ലാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വെറുതെ പോയിട്ട് മുസ്ലിങ്ങളെ കൊല്ലാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അവസരമുള്ള ഒരാൾക്ക് കച്ചവടം ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വരുമാനമാർഗം അയാളുടെ മുന്നിലുണ്ട് എങ്കിൽ അയാൾ ഈ ഹറാം ഒഴിവാക്കുകയാണ് വേണ്ടത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യം ഒരാൾക്കുണ്ടായാൽ അയാൾ ആ ജോലിയും വിദ്യാഭ്യാസവും നേടുകയാണ് വേണ്ടത്. പക്ഷെ അതോടൊപ്പം എന്ത് ചെയ്യണം? അതുകൊണ്ടുണ്ടാകാവുന്ന തെറ്റുകൾ സൂക്ഷിക്കണം, കണ്ണ് താഴ്ത്തണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതുപോലെ ഒരു ഹറാമിൽ താൻ പെട്ടുപോകും എന്ന് ഉറപ്പായാൽ, വ്യഭിചാരം ഇതുപോലെയുള്ള കടുത്തൊരു ഹറാമിൽ എത്തുമെന്ന് ഉറപ്പായാൽ അത് ഒഴിവാക്കുകയും വേണം. അതുപോലെ ഉള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം. ശരി, ഇനി അടുത്തൊരു മസല. അപ്പം നമ്മൾ ഈ ഖായിദക്ക് രണ്ട് ശാഖകൾ പറഞ്ഞു. അദ്ദററു യുസാൽ, ഞെരുക്കവും പ്രയാസവും ഇല്ലാതെയാക്കണം എന്നതിന് അത് പ്രയോഗിക്കാനുള്ള ശാഖകളായിട്ടുള്ള രണ്ട് ഖായിദകൾ. ഒന്ന് ഖാസായിട്ടുള്ള മഫ്സദത്ത്, ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള മഫ്സദത്ത് സഹിച്ചാലും പൊതുവായിട്ടുള്ള തിന്മകളെ തടയുക, പൊതുവിൽ മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന തിന്മകളെ തടയുക. രണ്ടാമത്തേത് വലിയ ഒരു ഫസാദ് ഇല്ലാതെയാക്കാൻ വേണ്ടി ചെറിയ മഫ്സദത്ത് സഹിക്കുക. മൂന്നാമത്തെ ഒരു ഖായിദ ദർഉൽ മഫാസിദി മുഖദ്ദമുൻ അല ജൽബിൽ മസാലിഹ്.
ഒരു ദററുണ്ട്, ഒരു നേട്ടവുമുണ്ട്, ഒരു ഉപദ്രവമുണ്ട്, അതുപോലെ ഒരു ലാഭവുമുണ്ട്. ഇത് രണ്ടും തമ്മിൽ പരസ്പര വൈരുദ്ധ്യം വന്നാൽ, ഇത് രണ്ടും തമ്മിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം എന്ന സാഹചര്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രയാസം ഇല്ലാതെയാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിന് പുറമെ മുശ്രിക്കുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ, അവരുടെ ദൈവങ്ങളെ നിങ്ങൾ തെറി പറയരുത്. എന്തുകൊണ്ട്? ഫ എന്ന് പറഞ്ഞാൽ കാരണം എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹർഫാണ്. കാരണം ഫയസുബ്ബുല്ലാഹ്, അവർ അള്ളാഹുവിനെ തെറി പറയും. അദ്വൻ ബിഗൈരി ഇൽം, ശത്രുതയുടെ പേരിൽ, വിവരമില്ലാതെ. അല്ല, നിങ്ങൾ നമ്മുടെ ദൈവത്തിന് ചീത്ത പറഞ്ഞാൽ നിങ്ങളുടെ ദൈവത്തിന് നമ്മളും ചീത്ത പറയും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹിനെ അവർ തെറി പറയും. അതുകൊണ്ട് നിങ്ങൾ അവരുടെ ദൈവങ്ങളെ തെറി പറയരുത്. അവരുടെ ദൈവങ്ങളെ തെറി പറയരുത് എന്നത് എന്തുകൊണ്ടാണ്? കാരണം എന്താണ്? ആ ദൈവങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണോ? അല്ല. ആ ദൈവങ്ങൾക്ക് എന്തെങ്കിലും മൂല്യമുള്ളത് കൊണ്ടാണോ? വില വെക്കുന്നത് കൊണ്ടാണോ? അല്ല. ഫെസുബുല്ലാഹ, അവർ അള്ളാഹുവിനെ തെറി പറയും എന്നുള്ളത് കൊണ്ട്. അപ്പോൾ മുശ്രിക്കുകളുടെ ആരാധ്യ വസ്തുക്കളെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ ഒരു ദററുണ്ടാവും. ദറർ എന്താണ്? അള്ളാഹുവിനെ തെറി പറയുക. അപ്പോൾ നമ്മുടെ മുമ്പിൽ രണ്ട് സംഗതികളുണ്ട്. ഒന്ന്, അവരുടെ ദൈവങ്ങളെ ആക്ഷേപിക്കുക, നല്ല കാര്യമാണ്. അള്ളാഹുവിനെ തെറി പറയുക, അത് ചീത്ത കാര്യമാണ്. അപ്പോൾ ഒരു നന്മയും ഒരു തിന്മയും, അല്ലെങ്കിൽ ഒരു ദററും ഒരു നേട്ടവും ഒന്നിച്ച് വന്നാൽ നമ്മൾ ഏത് തിരഞ്ഞെടുക്കണം? ആ ദറർ ഇല്ലാതെയാക്കാൻ ശ്രമിക്കണം. അള്ളാഹുവിനെ ചീത്ത പറയുക എന്നുള്ള അവസ്ഥ ഇല്ലാതെയാക്കാൻ ശ്രമിക്കണം. ഇതും ഈ ഖാഇദയുടെ ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ മറ്റൊരു അറിയപ്പെട്ട സംഭവം നിങ്ങൾക്കറിയാം. ഒരു അറാബി വന്നിട്ട് പള്ളിയിൽ മൂത്രം വെച്ച സംഭവം ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ള ഹദീസാണ്. മൂത്രം വെച്ചപ്പോൾ സഹാബത്ത് ഇയാളെ ചീത്ത പറയാൻ പോയി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടഞ്ഞു. ഉലമാക്കൾ പറയുന്നത് അതിൽ നിന്നുള്ള ഒരു ഫായിദ, ഒരു കാരണം എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ ചീത്ത പറയരുത് എന്ന് സഹാബത്തിനെ വിലക്കാനുള്ള ഒരു കാരണം, അയാൾ മുർത്തദ്ദാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അയാളെ ചീത്ത പറയുന്നതിൽ ഒരു മസ്ലഹത്തുണ്ട്. എന്താണ്? പള്ളി വൃത്തികേടാക്കിയവനെ ആക്ഷേപിക്കുക, അവനെ ശിക്ഷിക്കുക, അല്ലെങ്കിൽ അവൻ്റെ ആ തെറ്റിനെ എതിർക്കുക എന്ന് പറയുന്ന ഒരു മസ്ലഹത്തുണ്ട്. പക്ഷേ ഒരു മഫ്സദത്തുണ്ട്. എന്താണ്? ഇവൻ മുർത്തദ്ദായി പോവുക. അറാബിയാണ്, വിവരമില്ലാത്ത ആളാണ്. അപ്പോൾ നിങ്ങളുടെ ദീൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ മൂത്രം വയ്ക്കണമെങ്കിൽ അത്രയും വിവരം കുറഞ്ഞ ആളായിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ അയാൾ എതിർത്താൽ അയാൾ ചിലപ്പോൾ ദീൻ ഉപേക്ഷിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ മഫ്സദത്ത് തടയാൻ വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അയാൾ വെറുതെ വിടാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഈ ഒരു ഖാഇദക്കുള്ള ഉദാഹരണമാണ്. അപ്പോൾ ഈ ഖാഇദ എന്ന് പറയുന്നത്, അദ്ദറർ യുസാൽ എന്ന് പറയുന്ന ഈ ഖാഇദ മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഇതാവശ്യമുള്ള ധാരാളം സന്ദർഭങ്ങളുണ്ടാകും. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് പല അപകടങ്ങളിലും നമ്മൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മുൻഗാമികളായ പല പണ്ഡിതന്മാരും പറഞ്ഞത്, ലൈസ അൽ ഫഖീഹു മൻ അറഫ അൽ ഖൈറ മിന ശർ. ഖൈറും ഷർറും വേർതിരിച്ചറിയുന്നവനല്ല ഫഖീഹ് എന്ന് പറയുന്നത്, വിവരമുള്ളവൻ എന്ന് പറയുന്നത്. വലാകിൻ അൽ ഫഖീഹ, യഥാർത്ഥത്തിലുള്ള ഫഖീഹ്, വിവരമുള്ളവൻ എന്ന് പറയുന്നത്, മൻ അറഫ ഖൈറൽ ഖൈറൈനി വശർറ ശർറൈൻ. രണ്ട് ഖൈറുകളിൽ ഏതാണ് കൂടുതൽ നല്ല ഖൈർ എന്ന് മനസ്സിലാക്കുക. രണ്ട് ഷെറുകൾ മുന്നിൽ വരുമ്പോൾ ഇതിൽ ഏതാണ് വലിയ ഷെറ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഒഴിവാക്കാൻ നോക്കുക. ആ ചെറിയ ഷെറ് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, വലിയ ഷെറ് ഒഴിവാക്കുക. അതുപോലെ രണ്ട് ഖൈർ മുന്നിൽ വരുമ്പോൾ ഈ ചെറിയ ഖൈർ ഒഴിവാക്കിയിട്ടാണെങ്കിലും വേണ്ടിയില്ല, വലിയ ഖൈർ ചെയ്യുക. ഇത് മനസ്സിലാക്കി ചെയ്യുന്നവനാണ് യഥാർത്ഥ ഫഖീഹ്, വിവരമുള്ളവൻ എന്ന് മുൻഗാമികൾ പലരും പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പം അത് ഈ ഖാഇദയുടെ അടിസ്ഥാനത്തിലാണ്. കാരണം വലിയ ഷെർ ഒഴിവാക്കുമ്പോഴാണ് ഫലത്തിൽ അയാൾ ദറർ ഒഴിവാക്കുന്നത്. അല്ലേ? രണ്ട് ദറർ നമ്മുടെ മുന്നിലുണ്ട്, രണ്ട് ഉപദ്രവങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ, ഒരു കുട്ടി മദ്രസയിലേക്ക് വന്നു. അവൻ സ്വഭാവദൂഷ്യങ്ങളുള്ളവനാണ്. അപ്പോൾ ഒരു ഉസ്താദ്, ഫഖീഹ് അല്ലാത്തൊരു ഉസ്താദാണ്, അവൻ്റെ മനസ്സലിഞ്ഞു പോയി. ഈ പാവത്തിന് എങ്ങനെയാണ് ഞാൻ മടക്കി വിടുക? അങ്ങോട്ട് വന്നൊരുത്തനെ, പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന ആളെ എങ്ങനെ തിരിച്ച് പറഞ്ഞേക്കും എന്ന് മനസ്സിൽ തോന്നിയിട്ട് അവനവിടെ പഠിപ്പിച്ചു. അവിടെ ബാക്കിയുള്ള 100 കുട്ടികളെയും അവൻ പഠിപ്പിച്ചു. അപ്പോൾ ഇയാൾ ചെയ്തത് ശരിയാണോ? അല്ല. ആ കുട്ടിയെ അവിടെ പഠിപ്പിക്കുക എന്നുള്ളത് അത് ഖൈറാണ്. പക്ഷെ അവിടെ ബാക്കിയുള്ള കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളത്, അതാണ് ഖൈറുൽ ഖൈറൈൻ. രണ്ട് ഖൈറിൽ ഏറ്റവും വലിയ ഖൈർ ഇവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ഉസ്താദ് ഫഖീഹല്ല, ജാഹിലാണ്. ഈ ഖാഇദ നമുക്ക് ജീവിതത്തിൽ ധാരാളം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കേണ്ടി വരും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത്. കാരണം ശുദ്ധമായ ഖൈർ മാത്രം കിട്ടുന്ന സാഹചര്യങ്ങളും അതുപോലെ ഷെറിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും വളരെയധികം കുറഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ഖൈറുകൾ മുന്നിൽ വരുന്ന സന്ദർഭം ധാരാളം ഉണ്ടാകും. അതുപോലെ രണ്ട് ഷെറുകൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടാകും. അതിൽ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം. ഒരു ഷെയ്ഖ്, നമ്മുടെ ഉസ്താദായിട്ടുള്ള ഒരാൾ
ഒരിക്കൽ പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ മകൻ ചെറിയ പ്രായത്തിൽ ഈ മകന് ടി വി വേണം. അപ്പോൾ ടി വി ഒക്കെ കാണാൻ തുടങ്ങിയ കാലമാണ്. അപ്പോൾ ഇദ്ദേഹം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയുടെ അടുത്തൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ആലിമാണ്. അദ്ദേഹം പറഞ്ഞു, ഇവന് ടി വി കണ്ടേ പറ്റൂ, വാശിയാണ്. ഉപ്പ ഇത് ഹറാമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്, മകന് ടി വി വാങ്ങിക്കൊടുക്കില്ല വീട്ടിൽ. അങ്ങനെ ഷെയ്ഖ് ഇബ്നു ഉസൈമീനെ കണ്ടപ്പോൾ ഷെയ്ഖിനോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ സാഹചര്യമൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചപ്പോൾ ഷെയ്ഖ് ടി വി വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു. കാരണം എന്താണ്? അദ്ദേഹം അവിടെ നടന്ന സംഭാഷണം പൂർണ്ണമായിട്ട് വിശദീകരിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈ കുട്ടി വീട്ടിൽ ടി വി ഇല്ലെങ്കിൽ അയൽവാസികളുടെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി ടി വി കാണും. അവൻ കാണുന്നത് കൂടുതൽ മോശമായതായിരിക്കും. എന്താണ് അവൻ കാണുന്നത് എന്നറിയില്ല നമുക്ക്. നമ്മുടെ വീട്ടിലാണെങ്കിലോ അവൻ എന്ത് കാണുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിൽ നമുക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റും. മോശമാകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ടി വി കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു ഷെറാണ്. പക്ഷേ ആ ഷെറിന് നമുക്കൊരു നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റും. മറ്റേതാണെങ്കിലോ അവൻ എന്ത് കാണുന്നു എന്ന് നമുക്കറിയില്ല. ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ അവൻ ഇത് വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞ് ധാരാളം പണ്ഡിതന്മാരുണ്ടായിരിക്കും. ഈ അടിസ്ഥാനത്തിലായിരിക്കണം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ ഫത്വ കൊടുത്തത്. ഇത് പറയുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മകനുണ്ട്, ഈ പറയപ്പെട്ട കുട്ടി. അവനിപ്പോൾ വലുതായിട്ടുണ്ട്. അവൻ മാഷാ അല്ലാഹ് നല്ല ദീനിയായൊരു കുട്ടിയാണ്. ഇപ്പോൾ അവൻ ഉപ്പാൻ്റെ കൂടെ ഉണ്ട്. അവിടെ നടക്കുന്ന ഇൽമിയായിട്ടുള്ള ചർച്ചകളിലൊക്കെ ഇവനും പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നത്, ഒരുപക്ഷെ ഇദ്ദേഹം അന്ന് വാശി കാണിച്ചിരുന്നെങ്കിൽ ഇവൻ അവിടെ ഉണ്ടായിരിക്കില്ല, ഇപ്പോൾ വേറെ എന്തെങ്കിലും അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഈ രണ്ട് ഷെറിന് മുന്നിലെത്തുമ്പോൾ വലിയ ഷെർ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഒഴിവാക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് വലിയൊരു ഫിഖ്ഹാണ്, അറിവാണ്. അതിന് സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കായികകൾ എന്ന് പറയുന്നത്. അൽ മഫ്സദത്തുൽ കുബ്ര തുദ്ഫഉ ബിൽ മഫ്സദത്തിൽ അദ്ന. ചെറിയ മഫ്സദത്ത് ചെയ്തുകൊണ്ട് വലിയ മഫ്സദത്ത് തടയുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ആയിരക്കണക്കിന് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഉണ്ടാകും. അപ്പോൾ അതാത് സന്ദർഭങ്ങളിൽ നമുക്ക് സംശയം തോന്നിയാൽ ചോദിക്കുക. പക്ഷെ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ചോദിക്കാൻ പോലും തോന്നില്ല. കാരണം ഹറാമാണ്, അപ്പോൾ അത് ഞാൻ ഒഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അതിലും വലിയ ഹറാമിൻ്റെ കുഴിയിലായിരിക്കും പോയി വീഴുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഒന്ന് ആലോചിക്കുക, ചോദിക്കുക. ദീനിൽ ഇങ്ങനെയുള്ള വകുപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഹദീസുമായി ബന്ധപ്പെട്ട് സാന്ദർഭികമായി പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം, അവസാനമായി പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം, ഈ ഹദീസിൽ പറയുന്ന ആശയവുമായി സാമ്യം തോന്നുന്ന ഒരു വാക്ക് ഇന്ന് നാട്ടിൽ ചില ആളുകൾ പറയുന്നത് കേൾക്കാം. അതുമായി നമുക്ക് ബന്ധമില്ല. അതെന്താണ്? ചില ആളുകൾ, പ്രത്യേകിച്ച് ഈ നിരീശ്വര പ്രസ്ഥാനങ്ങളിൽ, മതനിഷേധ പ്രസ്ഥാനങ്ങളിലൊക്കെ പെട്ടുപോയിട്ടുള്ള ആളുകൾ പറയുന്നത് കേൾക്കാം. നന്മയും തിന്മയും എന്ന് പറഞ്ഞാൽ, തിന്മ എന്ന് പറഞ്ഞാൽ ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് തിന്മ എന്ന് പറയുന്നത്. അല്ലേ, ഞാൻ മുസ്ലിം ആയിരുന്നു, ഇപ്പോൾ ഇന്ന പ്രസ്ഥാനത്തിൽപ്പെട്ട ആളാണ്, ഇന്ന പാർട്ടിയിൽപ്പെട്ട ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന സാധുക്കളായ യുവാക്കൾ അവർ പറയുന്നത് കേൾക്കാം. നമ്മൾ ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ്, അതാണ് നന്മ എന്ന് പറയുന്നത്. ഉപദ്രവിക്കുന്നതാണ് തിന്മ. അല്ലെ, മതത്തിൻ്റെ പേരിൽ ആളുകൾ തമ്മിൽ അടിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അത് വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും ഒന്നും വേലിക്കെട്ടുകൾ കൊണ്ട് ഞെരുക്കാതെ, ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുക, അത് മതി എന്ന് പറയുന്നത് കാണാം. യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന ഈ വാദം, ഈ വാക്ക് നമുക്ക് വളരെ നിഷ്കളങ്കമായി തോന്നും. പക്ഷേ വലിയ ഒരു അബദ്ധമാണിത്. എന്തുകൊണ്ടാണ്? ഒന്നാമത്, എന്തുകൊണ്ടാണ് ഈ വാദം ഇവർ പറയുന്നത്? ദൈവമില്ല, മതമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിയില്ല, തെറ്റില്ല, പിന്നെ എല്ലാം ശരിയാണ്. ശരിയും തെറ്റും പിന്നെ അവനവന് തോന്നുന്നതാണ്. കാരണം ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള ഒരു മാനദണ്ഡം പിന്നെ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ശരിയും തെറ്റും വേണം. അതില്ലാതെ ഒരാൾക്കും ജീവിക്കാൻ സാധിക്കില്ല. കാരണം ഒരാൾ നാളെ വന്ന് എന്തെങ്കിലും ചെയ്താൽ അത് തെറ്റാണെന്ന് പറയാനൊരു ന്യായം വേണ്ടേ? ഒരാൾ ഇവനെ അടിച്ചു, അപ്പോൾ ഈ അടിച്ചത് തെറ്റാണെന്ന് പറയാൻ ഇവനൊരു വകുപ്പ് വേണമല്ലോ. അതിനുവേണ്ടി ഇവർ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു പോംവഴി വേണം. അതിനിവർ കണ്ടുപിടിച്ചൊരു വാദമാണ് ആരെയും ഉപദ്രവിക്കാതിരുന്നാൽ മതി. അതിനവർ നല്ല മനോഹരമായ പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അറബികളായ യുക്തിവാദികൾ എന്ന് പറയപ്പെടുന്ന നിഷേധികൾ, അവർ പറയുന്നത് അൻത ഹുർ മാലം തദുർ, നീ ആരെയും ഉപദ്രവിക്കാതിരിക്കുന്നിടത്തോളം കാലം നീ സ്വതന്ത്രനാണ്, എനിക്ക് കുറ്റമില്ല. അതുപോലെ ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയും, ഉപദ്രവ തത്വം, ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക, ഇതാണ് ശരി. കാരണം ഇവരെ കുഴക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് ദൈവമില്ല, മതമില്ല എങ്കിൽ പിന്നെ എന്താണ് ശരി, എന്താണ് തെറ്റ്? ആ ചോദ്യത്തിന് അവർ കണ്ടെത്തിയ ഉത്തരമാണ് ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ് ശരി, ഉപദ്രവിക്കുകയാണ് തെറ്റ്. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന ഈ ഹദീസിൻ്റെ ആശയമാണോ? അല്ല. ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് മാത്രമല്ല ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള മാനദണ്ഡം. പിന്നെ ഈ പറയുന്ന ആളുകൾക്ക്, നിഷേധികളായ ആളുകൾക്ക്, അവർക്കൊരിക്കലും ഇങ്ങനെ വാദിക്കാനും സാധിക്കുകയില്ല. അവർ യഥാർത്ഥത്തിൽ മതത്തിൽ നിന്ന് എടുത്തതാണ് ഈ ലാ ദററ വലാ ദിറാർ എന്നുള്ളത്.
മതത്തിൻ്റെ ഈ അധ്യാപനം, ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ കാര്യം, അത് തൽക്കാലം അവർ കടമെടുത്തിരിക്കുകയാണ്. പക്ഷെ അവർക്കത് കടമെടുക്കാനുള്ള വകുപ്പില്ല. കാരണം എന്താണ്? ഇസ്ലാമിൽ എന്തുകൊണ്ടാണ് ഒരാളെ ഉപദ്രവിക്കരുത് എന്ന് പറയുന്നത്? കാരണം അള്ളാഹു ഉണ്ട്, ഒരു ദൈവമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പ്രഖ്യാപിച്ചതാണ് ആരെയും ഉപദ്രവിക്കരുത് എന്നുള്ളത്. നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടി? ഉപദ്രവിച്ചാൽ എന്താ കുഴപ്പം? എനിക്ക് ഉപദ്രവിക്കുന്നത് ശരിയാണ് എന്ന് തോന്നുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് തെറ്റല്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ തോന്നൽ ശരിയല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് മാനദണ്ഡമാണുള്ളത്? ഒന്നുമില്ല. അപ്പോൾ രണ്ട് നിലക്ക് അവരുടെ ഈ വാദം അബദ്ധമാണ്. ഒന്ന്, ഇതിനൊരു സ്രോതസ്സില്ല. നമുക്ക് ഇതിനൊരു സ്രോതസ്സുണ്ട്. ലാ ദററ വലാ ദിറാർ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത് എവിടെ നിന്ന് വന്നു, അതിൻ്റെ സനദ് എന്താണെന്ന് നമുക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല വഹ്യായി പഠിപ്പിച്ചതാണ്. പക്ഷെ ഇവർക്ക് ലാ ദററ വലാ ദിറാർ എവിടെ നിന്ന് കിട്ടി? രണ്ടാമത്തേത്, അത് തന്നെ ശരിയാണോ? ലാ ദററ വലാ ദിറാർ എന്ന് പറയുന്നത് മാത്രമാണോ നന്മയും തിന്മയും തീരുമാനിക്കാനുള്ള മാനദണ്ഡം? അല്ല. ഉദാഹരണത്തിന്, അറിയപ്പെട്ട ഉദാഹരണം, അത് പറയാൻ തന്നെ നമുക്ക് നാണമുണ്ട്, പക്ഷെ വേറെ നിർവാഹമില്ല. ഈ മദ്ഹബ് പ്രകാരം ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്ന് പറയുന്ന വാദപ്രകാരം മഹ്റമുകൾ തമ്മിലുള്ള, രക്തബന്ധുക്കൾ തമ്മിലുള്ള വ്യഭിചാരം, അതിൽ തിന്മയില്ല. അതവർ അംഗീകരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ വാദം പറയുന്ന ആളുകൾ പറഞ്ഞത് കുഴപ്പമില്ല എന്നാണ്. കാരണം അവരുടെ ഈ അടിസ്ഥാന തത്വപ്രകാരം അതിലെന്ത് തെറ്റാനുള്ളത്? ഉപദ്രവമില്ല, രണ്ടുപേർക്കും സമ്മതമാണെങ്കിലോ. അതുകൊണ്ട് ഈ വാദം തെറ്റുമാണ്. ലാ ദററ വലാ ദിറാർ എന്ന ഹദീസ് പറയുന്ന ആശയമല്ല അത്. ഉപദ്രവം പാടില്ല എന്നത് നന്മതിന്മകളുടെ ഒരു ഭാഗം മാത്രമാണ്. വേറെയും തിന്മകളുണ്ട്, വേറെയും നന്മകളുണ്ട്. ഇവർ പറയുന്നത് തിന്മ എന്ന് പറയുന്നത് ഉപദ്രവം മാത്രമാണ്. അങ്ങനെ അത് മാത്രമാണ് തിന്മ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന അനന്തരഫലമാണിത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അത് തിന്മയാണെന്ന് പറയാൻ സാധിക്കുകയില്ല. മറ്റേത് എന്തുകൊണ്ട്? രണ്ടാമത്തെ പ്രശ്നം, എന്തുകൊണ്ട് ഉപദ്രവിക്കുന്നത് തെറ്റായി? നമുക്കത് തെറ്റാവാൻ കാരണം അള്ളാഹു അത് ഹറാമാക്കിയത് കൊണ്ടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചത് കൊണ്ടാണ്. ഇവർക്കിത് എവിടെ നിന്ന് കിട്ടി? ഈ രണ്ട് ചോദ്യങ്ങൾക്കും അവർക്ക് ഉത്തരമില്ല. ഇതുപോലെ പല തിന്മകളും, ഈ ഒരു പറഞ്ഞ കാര്യം മാത്രമല്ല. മാതാപിതാക്കളോട് നന്മ ചെയ്യുക, പ്രായമായ മാതാപിതാക്കളുണ്ട്, അവരോട് നന്മ ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് മനുഷ്യരെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഇതുവരെ, കുറച്ചു കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടും. പക്ഷേ ഇതെങ്ങനെയാണ് ഇവർക്ക് നന്മയാകുന്നത്? അല്ലെങ്കിൽ മാതാപിതാക്കൾ ഒരാൾ നോക്കുന്നില്ല, മാതാപിതാക്കളോട് ബിർറ് കാണിക്കുന്നില്ല, അവരെ ഒഴിവാക്കിയിരിക്കുകയാണ്. അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. അവർക്ക് ഈ മകനെ പ്രത്യേകിച്ച് ഭൗതികമായ ആവശ്യങ്ങളില്ല. മാനസികമായി അവൻ അടുത്തുണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടാകാം. പക്ഷേ അവരുടെ ഭൗതികമായ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കയ്യിൽ പണമുണ്ട്, വേറെ വീട്ടുജോലിക്ക് ആളുകളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ തൻ്റെ മാതാപിതാക്കളുടെ കൂടെ ഒരു മകൻ സഹവസിക്കുന്നില്ല, അവർ ഒഴിവാക്കിപ്പോയി. ഇതിലെന്ത് തിന്മയാണുള്ളത്? ഈ തത്വപ്രകാരം അവർ മാതാപിതാക്കളെ ഉപദ്രവിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആ മകൻ്റെ പ്രവൃത്തി, മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത മകൻ, അവൻ്റെ പ്രവൃത്തി തെറ്റ് എന്ന് പറയുന്നത് എന്ത് ന്യായമാണുള്ളത്? എങ്കിൽ ഒരാൾ ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കാൻ കിടക്കുകയാണ്, അവനെ രക്ഷിക്കാൻ സാധിക്കും നമുക്ക്, അവൻ രക്ഷിക്കുന്നില്ല. ഞാനവനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, വേറെ ആരോ വണ്ടിയിടിച്ച് വീണതാണ്, ഞാൻ ഉപദ്രവിക്കുന്നില്ല, പക്ഷെ ഞാൻ കണ്ടു നിൽക്കുകയാണ്, അവനെ സഹായിക്കുന്നില്ല. ആ നോക്കി നിൽക്കുന്നത് ഇസ്ലാമിൽ തിന്മയാണ്. ഇൻഖാദുൻ നഫ്സ്, ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ അവനെ രക്ഷിക്കുക എന്നുള്ളത് വാജിബാണ്, നമുക്ക് സാധിക്കുമെങ്കിൽ. അത് ചെയ്യാത്തവൻ കുറ്റക്കാരനാണ്, ഹറാമാണ് അവിടെ നോക്കി നിൽക്കുക എന്നുള്ളത്. നമുക്ക് സാധിക്കുമെങ്കിൽ, ഒരാൾ മുങ്ങി മരിക്കാൻ പോകുന്നു, നീന്താൻ അറിയുന്നവൻ അവിടെ നോക്കി നിൽക്കുന്നത് ഹറാമാണ്. ഈ തിയറി പ്രകാരം അതെങ്ങനെ തിന്മയാകും? ഞാൻ ഉപദ്രവിക്കുന്നില്ല, അവൻ വെള്ളത്തിൽ പോയി ചാടിയതാണ്, അവൻ്റെ തെറ്റാണ്, നീന്താൻ അറിയാതെ വെള്ളത്തിലിറങ്ങിയതാണ്. അപ്പോൾ ഈ നന്മ തിന്മകൾ എന്താണെന്ന് നിശ്ചയിക്കാനുള്ള മാനദണ്ഡമല്ല ഈ തിയറിയും ഈ ഹദീസ് പോലും. ഈ ഹദീസ് ഒരുപാട് തിന്മകളെക്കുറിച്ച് പഠിപ്പിക്കുന്നു, പക്ഷെ എല്ലാ തിന്മകളെക്കുറിച്ചും പഠിപ്പിക്കുന്നില്ല. എല്ലാ തിന്മകളും എന്താണ്, എല്ലാ നന്മകളും എന്താണെന്ന് പഠിപ്പിക്കാൻ വഹി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതല്ലാത്തൊരു മാർഗം ഒരാൾ അന്വേഷിച്ചാൽ അയാൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള കുഴികളായിരിക്കും. വമൻ ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. അള്ളാഹുവിൻ്റെ വെളിച്ചം, അള്ളാഹു നൽകിയ പ്രകാശമില്ലെങ്കിൽ അവന് പിന്നെ വെളിച്ചമില്ല എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഇത്തരക്കാരുടെ വാദങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീനിൽ ഇൽമും അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയ്യുഹാ വമൗലാഹാ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.